RCM ബിസിനസിനെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയുവാൻ RCM ബിസിനസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് rcmbusinesskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് RCM. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. ആദ്യം തന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും എടുത്ത ആ ഒരു തീരുമാനത്തിന് വലിയൊരു അഭിനന്ദനങ്ങൾ നേരുന്നു. എന്റെ പേര് അർജുൻ, തൃശ്ശൂർ സ്വദേശിയാണ്. വിപ്രോ എന്ന കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം MBA ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തിറങ്ങി വേറൊരു ജോലി തേടാനുള്ള ഒരു ശ്രമത്തിനിടയിൽ യാദൃശികമായിട്ട് RCMന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഒരു ദിവസം റോയൽറ്റി എന്നൊരു സ്വപ്നത്തെ പറ്റിയിട്ട് ഗിരീഷ് സാർ പറഞ്ഞത് കേട്ടു. എല്ലാ കണക്കുകളും മനസ്സിലായില്ലെങ്കിലും ജീവിതത്തിൽ ആ കണക്കെന്തോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിതത്തിലെ എല്ലാ കണക്കുകളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, RCMല് പല വ്യക്തിത്വങ്ങൾ വരും, പല കാറ്റഗറിയിൽ നിന്ന് ആൾക്കാർ വരും, പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ വരും. നമുക്ക് ഈ കമ്പനി തരുന്ന സിസ്റ്റം എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷെ ആ സിസ്റ്റത്തെ ഒന്നും കൂടി സുഖകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പ്രസന്റേഷനിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസന്റേഷനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പോ 3 phases ഓഫ് RCM ബിസിനസ്, ഹൗ ടു ടാക്കിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് പുൾ യു ബാക്ക്. ഈ 2 ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ആശയത്തെ ഞാൻ എത്തിക്കുന്നത്. ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് 3 ഫേസുകൾ. നമ്മൾ ഓരോരുത്തരും RCMലേക്ക് വരുമ്പോൾ 3 ഫേസുകളിലൂടെ കടന്നു പോകും. അതിൽ നമ്മുടെ ആക്ഷൻ അനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഏത് ഫേസ് വരെ എത്തും എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ആദ്യത്തെ ഫേസിലേക്ക് വരും, ചിലവര് സെക്കൻഡ് ഫേസിലേക്ക് എത്തും, വളരെ അപൂർവമായ വ്യക്തികൾ തേർഡ് ഫേസിലേക്ക് എത്തും. അപ്പൊ ഈ 3 ഫേസുകളിലും എത്താൻ എന്ത് ചെയ്യണം, എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഈ 3 ഫേസുകളുടെ ഇടയിലും നമ്മൾ നേരിടാൻ സാധ്യതയുള്ള നെഗറ്റീവ് ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യേണ്ടതാണ് ഇന്നത്തെ സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നേക്കാളും മുന്നേ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് തരാൻ പറ്റണം. ഒന്നാണ് നോട്ടുകൾ എഴുതുക എന്നുള്ളത്. കാരണം നോബിൾ സാർ ഒരു ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾ എത്രത്തോളം നോട്ട് എഴുതുന്നോ അത്രത്തോളം നിങ്ങളുടെ പോക്കറ്റിലേക്ക് നോട്ട് വരും എന്നുള്ളത്. കാരണം ഏതൊരു കാര്യം നമ്മുടെ മനസ്സിലിരിക്കാൻ ഇത്തിരി പാടാണ്. അതിനൊന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ നേരം നമ്മുടെ മനസ്സിലിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത് എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം പാർട്ടിസിപ്പേഷൻ. ഈ ഒരു സമയത്തും ഏകദേശം 500-ലധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ മൂല്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് വരെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. അപ്പൊ നോട്ടുകൾ എഴുതുക, 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ നമുക്ക് കടക്കാം. സ്റ്റാർട്ടപ്പ് ഫേസ്. ഏറ്റവും ആദ്യത്തെ ഫേസ് ആണ് സ്റ്റാർട്ടപ്പ് ഫേസ്. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ഈ ഒരു സ്റ്റാർട്ടപ്പ് ഫേസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് 6 മാസം തൊട്ട് 1 കൊല്ലം വരെയാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ ലേണിംഗ് ഫേസ് എന്നാണ് സാധാരണഗതിയിൽ ഇതിലേക്ക് പറയാം. കാരണം നമ്മളെ ഒരാൾ ഈ ബിസിനസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നു, ഒരുപക്ഷെ പ്രൊഡക്റ്റിലൂടെ അവൻ കൊണ്ടുവരുന്നുണ്ടാവുക, ബിസിനസ് പ്ലാനിലൂടെ അവൻ കൊണ്ടുവരുന്നുണ്ടാവുക, ചിലപ്പോ ഹെൽത്തിലൂടെ അവൻ കൊണ്ടുവരുന്നുണ്ടാവുക, അംഗീകാരങ്ങളിലൂടെ അവൻ കൊണ്ടുവരുന്നുണ്ടാവുക. കാരണം RCMല് ഓരോരുത്തർക്കും ഓരോ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പോ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താന്നുള്ളതാണ്. നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ജീവിതത്തിൽ. ചിലപ്പോ വലിയൊരു വീട് മേടിക്കണം എന്നുണ്ടായിരിക്കും, ചിലപ്പോ നല്ല ഒരു എന്താ പറയാ വാഹനം വേണം എന്നുള്ളതുണ്ടായിരിക്കും, ചിലപ്പോൾ ദൂരെ യാത്രകൾ ചെയ്യുന്ന, അങ്ങനെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ, അതായത് എന്നെ മുന്നിലോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താന്നുള്ളത് ഓരോ വ്യക്തികളും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കണം. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഒരാളെ കൊണ്ടും അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടാവും, അതായത് പല രീതിയിലുള്ള ഇൻകം സോഴ്സസ് ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അംഗീകാരങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആരോഗ്യമായിരിക്കും, അല്ലെങ്കിൽ അംഗീകാരമായിരിക്കും. അതേപോലെ ചിലർക്ക് നല്ലോണം ആരോഗ്യം ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് വേണം, വരുമാനം വേണം. അപ്പൊ എന്താണോ അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ മർമ്മം, ഏറ്റവും വലിയൊരു കാതലായ ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇത് മനസ്സിലാവാതെ നമ്മൾ അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊരു സെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതായിക്കോട്ടെ. കാരണം നമ്മൾ ഒരുപാട് പേരോട് ഈ പ്ലാൻ പറയുന്നുണ്ട്, എല്ലാവരും നമ്മുടെ ഒപ്പം വരുന്നില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെങ്ങനെ തിരിച്ചറിയും? ചോദ്യങ്ങളിലൂടെ. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ നിങ്ങളോട് പറയും. ഇപ്പൊ ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക്
വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന സമയത്ത് ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ നിന്നപ്പോ ആ ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, കോവിഡിന് ശേഷം കച്ചവടം ഭയങ്കര മോശം, ഹസ്ബൻഡിന് വയ്യ, അവരാണ് കട നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്കാണെങ്കിൽ കുറെ നേരം നിൽക്കുമ്പോൾ കാലില് ഭയങ്കര വേദന, വെരിക്കോസിന്റെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി തവിടെണ്ണ എന്ന് പറഞ്ഞിട്ടൊന്ന് കേട്ടിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞു, ഇല്ല, തവിടെണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വളരെ നല്ലതാണ്. എന്റെ അച്ഛമ്മയുടെ റിസൾട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഞാൻ അച്ഛമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഒന്ന് ആരോഗ്യം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്, സാമ്പത്തികം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അപ്പൊ ഇതുപോലെ നല്ലൊരു കോൺവേഴ്സേഷനിലൂടെ അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെ പ്ലാൻ പ്രസന്റ് ചെയ്യണം, ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഈ 6 മാസം 1 കൊല്ലത്തെ ഈ ഒരു കാലയളവില് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ പ്ലാൻ പ്രസന്റ് ചെയ്യണം. അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന പ്രോസ്പെക്റ്റിന്റെ ഒപ്പം ഇരുന്നു കൊണ്ട് അവരോടൊരു 200, 300, 400 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, നിങ്ങളോട് ഒരാൾ ഒരു 200, 300 പേരുടെ ലിസ്റ്റ് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമോ? നമ്മൾ ചോദിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഉത്തരം കിട്ടും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു 10 പേരുടെ ലിസ്റ്റ് എഴുതാൻ പറയാം. ആ 10 പേരിൽ 5 പേരെ കാണാൻ നിങ്ങൾ കൂടെ പോവാ, ബാക്കി 5 പേര് അവര് കാണട്ടെ. അപ്പൊ അത് തുടക്കത്തിൽ തന്നെ പറയാം, 5 പേരെ കാണാൻ ഞാൻ കൂടെ വരും. അപ്പൊ എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം എന്നുള്ളത് എന്റെ കൂടെ വന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 5 പേരോട് നിങ്ങൾ പറയണം, ഞാൻ കൂടെ വരും, പക്ഷെ നിങ്ങൾ വേണം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പതുക്കെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ആദ്യം 1-on-1 വീടുകളിൽ പോയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നത് ഉണ്ടാവാം. അല്ലെങ്കിൽ ഹോം മീറ്റിംഗ്, സ്വന്തം വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യാം. ഹോം മീറ്റിംഗിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീറ്റിംഗ് വെക്കാൻ പറയുമ്പോൾ അവിടെ അവർക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കരുത്. അതായത് ഇത്ര പേര്, ഒരു 10-50 പേര് എന്ന് പറയരുത് അവരോട്. കാരണം ഇവര് പേടിക്കും. തുടക്കത്തിൽ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഈ ബിസിനസിന്റെ വിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു 10-50 പേരൊക്കെ നിങ്ങൾ വിളിച്ചു കൂട്ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് പേടിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താ, ചേച്ചി വിളിച്ചാ വരുന്ന കുറച്ച് പേരെ വിളിക്കുക, ഞാൻ വന്നോളാം, ബാക്കി തലേ ദിവസം വന്ന് എന്താ അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ചെയ്തോളാം. ചേച്ചിക്ക് പരിചയം അല്ലെങ്കിൽ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ വരുന്നുള്ള ഒരു 5-6 പേരെ ചേച്ചി വിളിക്കുക, 10 പേരെ വിളിക്കുക, മതി. നമുക്ക് ചെറുത് നിന്ന് തുടങ്ങിയാൽ മതി. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്ര വലിയ സംഖ്യകൾ പറയുമ്പോഴാണ് പല ആൾക്കാരും ഹോം മീറ്റിങ്ങിന് വരാൻ തന്നെ പേടിക്കുന്നത്, അല്ലെങ്കിൽ നടത്താൻ തന്നെ പേടിക്കുന്നത്. അപ്പൊ അതിനെ ഒരിക്കലും ഒരു മീറ്റിംഗ് ആയിട്ട് ചിത്രീകരിക്കാതെ ഒരു ബോധവൽക്കരണം, ചേച്ചിക്ക് അറിയുന്ന കുറച്ച് പേരെ വിളിക്കും, നമുക്ക് ഈ ആശയത്തെ പറ്റി പറയാം, ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. ആൻഡ് വണ്ടർ വേൾഡ് ക്വിക്ക് മീറ്റിംഗ്സ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്രോസ്പെക്റ്റിനെ കൊണ്ടുപോകേണ്ട വഴിയാണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഒരു പ്രോസ്പെക്റ്റിനെ നേരെ ഒരു ഹോൾ മീറ്റിംഗിലേക്ക് എത്തിക്കും. ഹോൾ മീറ്റിംഗിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നിശ്ചിതമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ഇതിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതൊരാൾക്ക് മനസ്സിലാവില്ല. ഒപ്പം തന്നെ അവിടെ ടെക്നിക്കലായിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പലപ്പോഴും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആദ്യം 1-on-1 ആയിട്ട് അവരുടെ ലിസ്റ്റ് അനുസരിച്ചിട്ട് കുറച്ച് പേരെ പോയി കാണുക. അത് കഴിഞ്ഞിട്ട് ഹോം മീറ്റിംഗ് അവരുടെ വീട്ടിലേക്ക് എടുക്കേണ്ട ഒരു ആവശ്യകത പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോം ഷോപ്പ് അല്ലെങ്കിൽ ഒരു PUC അല്ലെങ്കിൽ ഒരു വണ്ടർ വേൾഡ് ക്യൂക്ക് അവിടെ സന്ദർശിപ്പിക്കുക. അപ്പൊ അവരുടെ വിഷൻ പടിപടിയായിട്ട് കൂടും. അങ്ങനെ വണ്ടർ വേൾഡ് ക്യൂക്കിലെ മീറ്റിംഗിലേക്ക് എത്തിച്ചതിന് ശേഷം വേണം നമ്മൾ ഹോൾ മീറ്റിംഗ്, അവിടുന്ന് വേണം വലിയ ഇവന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏതെങ്കിലും നമ്മൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ആൻഡ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ലേണിംഗ് ഫേസ് ആണ്. ഈ ലേണിംഗ് ഫേസിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന അറിവ് സെയിം ആണെന്ന് പറയും, പക്ഷെ ഓരോരുത്തർ പറയുന്നത് ഓരോ ശൈലിയിലാണ്. ഓരോ സെഷനിലും പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കണക്ട് ആവുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഒരു 15-ലധികം മീറ്റിംഗുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ അറ്റൻഡ് ചെയ്യണം. ഇതെന്താണെന്ന് ബേസിക് ലെവലിൽ അവർക്ക് മനസ്സിലാവണമെങ്കിൽ. പിന്നെ അതിന്റെ ഒപ്പം നമ്മുടെ ഗൈഡൻസും കാര്യങ്ങളും വേണം. രണ്ടാമത്തെ കാര്യമാണ് ഡ്രസ് കോഡ്. ഈ ഒരു 6 മാസം തൊട്ട് 1 കൊല്ലത്തെ കാലയളവില് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ അവരോട് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു 3-4 ആഴ്ചയിൽ അവർ മാറുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരോട് ഇത് നിർബന്ധമാക്കി മീറ്റിങ്ങുകളിലേക്ക് വരുമ്പോൾ ഇത് ധരിക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റി പറയണം. RCM എന്ന വാക്ക് പോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ACM. ഡ്രസ് കോഡ് തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ACM എന്ന് പറയുന്നത്. എന്താണ് ACM? ഒന്ന്, നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് ലുക്ക് തരും. അതായത് എന്നും ഷർട്ടും മുണ്ടോട്ട് നടക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തില് ഷർട്ടും പാന്റും അത് ടക്കിയും ചെയ്ത് ഭംഗിയായിട്ട് നടക്കുമ്പോൾ ആൾക്കാരും ശ്രദ്ധിക്കും. സാധാരണ ശ്രദ്ധിക്കാത്ത ആൾക്കാരും ഒന്നും കൂടി ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, അത് കംഫർട്ടബിൾ ആയിരിക്കണം. ഇടുന്ന ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ ഇവിടെ വരെ നമ്മൾ ബട്ടൺ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ശബ്ദം തന്നെ വേറെ ആയി പോവും. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയാലാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് മെച്ചുവേർഡ്.
അത് നിങ്ങൾക്കൊരു സാധാരണ രീതിയിനേക്കാളും ഒരു മെച്യൂർഡ് ലുക്ക് തരും. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഒരാൾ വരികയാണ്. അയാൾ ഒരു സാധാരണ ഷർട്ടും ഒരു ലുങ്കി എടുത്ത് വരുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അതോ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ലൊരു ഫുൾ കൈ ഷർട്ടും ഒരു പാന്റും ഒരു നല്ല ബെൽറ്റും ഒരു എന്താ പറയാ കഴുത്തിലൊരു ടൈയും ഒരു ID കാർഡൊക്കെ ഇട്ട് വരുന്ന ആൾക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക? കാരണം പ്രൊഫഷണൽ ലുക്ക് ഓൾവേസ് മാറ്റേഴ്സ്, ശരിയല്ലേ? നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പോണ വഴിക്ക് ഒരാൾ കൈ കാണിച്ചു, സിവിൽ ഡ്രസ്സിലുള്ള ഒരാൾ കൈ കാണിച്ചു, നിങ്ങൾ നിർത്തിയില്ല. പക്ഷെ അതേ സമയത്ത് അതേ വ്യക്തി തന്നെ ഒരു യൂണിഫോം ഇട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വെച്ചാൽ നിങ്ങൾ 5 മീറ്റർ മുന്നേ തന്നെ നിർത്തും. കാരണം അത് ആ യൂണിഫോമിന് ഒരു പവർ ഉണ്ട്. അതേപോലെ ഈ ബിസിനസ്സിൽ ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രസ് കോഡ് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർമാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാർ കാണണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ മാറ്റം കാണിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ വഴിയാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ടൂൾസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് അധികം വരാത്ത അല്ലെങ്കിൽ അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഏരിയ ആണ് ടൂൾസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ശരിയായിട്ട് ബിസിനസ് പ്ലാൻ പറയാം, എങ്ങനെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് കാണിക്കാം, എങ്ങനെ ന്യൂട്രിചാർജിനെ പറ്റി പറയാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ടൂൾ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ട്രെയിനിങ്ങുകൾ ഓരോ ഷോപ്പുകളിലും നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിർബന്ധമാക്കണം. കാരണം ടൂൾസ് ഇപ്പോഴും ഒരുപാടുണ്ട്, ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂട്രിചാർജിന്റെ മനീഷ മാഡത്തിന്റെ പ്രോഗ്രാമിൽ നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ലുക്കോറിയയ്ക്ക് വേണ്ടിയിട്ടുമുള്ള ടൂൾ വന്നിട്ടുണ്ട്. എന്തിന് 10ഓളം അസുഖങ്ങൾ, അതിൽ ഓരോ അസുഖങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. കാരണം ഓരോ ടൂളുകളും ചെയ്യുന്ന കാര്യം നമ്മൾ 10 വാക്ക് പറയുന്ന സ്ഥലത്ത് ടൂൾ ഒരു ചിത്രം കാണിച്ചു കൊടുത്താൽ മതി, അവർ കൺവിൻസ്ഡ് ആവും. അല്ലെ, നമ്മൾ 1 മണിക്കൂർ ന്യൂട്രിചാർജിനെ പറയുന്നേക്കാളും നല്ലത് 15 മിനിറ്റ് കൊണ്ട് വയറോ ബുക്ക് ഉപയോഗിച്ചിട്ട് ആ പ്രസന്റേഷൻ കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ടൂൾസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡറിനെ കൊണ്ടുപോകാൻ പറ്റില്ല, എപ്പോഴും നിങ്ങൾക്ക് ഒരാളെ റെഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗൈഡൻസിന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ല. ആ സമയത്ത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ടൂൾസ് ആണ്. ആ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാഗിലുള്ള പുസ്തകങ്ങളായിരിക്കാം, കമ്പനിയുടെ ബ്രൗഷേഴ്സ് ആയിരിക്കാം, യൂട്യൂബിലുള്ള ടെസ്റ്റിമോണികളായിരിക്കാം, ഇത് കിട്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ സെഷനുകളായിരിക്കാം. ഇത് നമ്മുടെ കയ്യിൽ വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ പറയുന്നതിനേക്കാളും ടൂൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു റിസൾട്ട് ഞാൻ ഈ അടുത്ത് അത്താണി തനിമ വണ്ടർ വേൾഡ് ക്യൂക്കിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ജിബിൻ സാറ്, കമ്പനിയുടെ നമ്മുടെ കസ്റ്റമർ കെയർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്ന PUCകളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ജിബിൻ സാറ് വന്നിട്ട് ഒരു സെഷൻ എടുത്തു. അന്ന് ഗാമയെ പറ്റിയിട്ട് 13 മിനിറ്റിന്റെ ഒരു പ്രസന്റേഷൻ, ഒരു വീഡിയോ അദ്ദേഹം കാണിച്ചു. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. അതിൽ 4ഓളം ഡോക്ടർമാർ, അതിൽ എടുത്തു പറയുന്നത് ഡോക്ടർ നീരവ് കുമാറിന്റെ ഒരു കുറച്ച് വാക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ 13 മിനിറ്റിന്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, സാറേ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാൻ പറ്റുമെന്ന്. അവിടെ ഗാമേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ജിബിൻ സാറ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈ വീഡിയോ മാത്രമേ പ്ലേ ചെയ്തുള്ളൂ. പക്ഷെ എന്ത് സംഭവിച്ചു, അവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഡോക്ടർമാർ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ വിശ്വാസം കൂടി. ഞങ്ങൾ രണ്ടുപേരും പറയുന്നേക്കാളും വിശ്വാസം കൂടി. അങ്ങനെ അദ്ദേഹം വന്ന് ചോദിച്ചു, എനിക്ക് വെജൊമേഗ കഴിക്കാൻ പറ്റുമോ, ഗാമ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ തേർഡ് പാർട്ടി ടൂളുകൾ നമ്മുടെ കയ്യിൽ വേണം. അത് എങ്ങനെ വേണം? നല്ലൊരു എക്സിക്യൂട്ടീവ് ബാഗിൽ വേണം. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു ബാഗ് വേണം. വേറെ കമ്പനിയുടെ ബാഗ് പോരാ. സഫാരി കമ്പനിയുടെയോ അല്ലെങ്കിൽ വേറെ കമ്പനികളുടെയോ ബാഗ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞു RCM ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. നല്ല ഭംഗിയുള്ള, കാണാൻ ലുക്കുള്ള ഒരു ബാഗ് നിങ്ങളുടെ പക്കലിൽ വേണം. ആ ബാഗിൽ ഓരോ അറകളിൽ എന്ത് വെക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരാളെ പോയി കണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ പറയാണ്, സാറേ പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഏത് അറയിലല്ല, ഏത് അറയിലാണെന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവും, അവിടെ അനാവശ്യമായിട്ടൊരു കൺഫ്യൂഷൻ വരും. അത് കാണുന്ന ആൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് തോന്നും ഇയാൾക്ക് തന്നെ അറിയില്ല ഇയാളുടെ ബാഗിൽ ഏത് അറയിൽ ഏത് സാധനങ്ങളായിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. പ്രൊഡക്റ്റിന് ഒരു ഏരിയ, കാറ്റലോഗ്സിന് ഒരു ഏരിയ, ബുക്കും പേനയും കാര്യങ്ങൾക്കൊക്കെ ഒരു ഏരിയ. അങ്ങനെ ഭംഗിയായിട്ട് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാഗ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിൽ എന്ത് കൊണ്ടുപോകണം, ഒരു എന്താ പറയുക, വാട്ടർ ബോട്ടിൽ അത് നിർബന്ധമായിട്ട് വേണം. നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിക്കേണ്ട ഒരു ആവശ്യം വേണ്ട. നമ്മുടെ കയ്യിൽ വെള്ളം സഫീഷ്യന്റ് ആയിട്ട് വേണം. നല്ല മുടി ചീന്തുന്ന ഒരു ചീർപ്പ്, ഭംഗിയുള്ള ഒരു ചീർപ്പ് വേണം. ഒരു പെർഫ്യൂം വേണം. അല്ലെ, ഇൻഫിനിറ്റിയുടെ 4 പെർഫ്യൂംസ് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊരു പെർഫ്യൂം നമ്മുടെ കയ്യിൽ വേണം. ഒരു പഞ്ചതുളസിയുടെ ഇത് വേണം. ഒരു ഹെയർ സെറം വേണം. ചെറിയ ചെറിയ സാമ്പിളുകൾ എന്തൊക്കെ വെക്കാൻ പറ്റുന്നു അത് നമ്മുടെ കയ്യിൽ വേണം, ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ ബാഗ് അറേഞ്ച് ചെയ്യണം. കാരണം ഈ ബിസിനസ് തുടങ്ങുന്നത് നിങ്ങൾ ബാഗ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അവിടെ കാണും നിങ്ങളുടെ ഡിസിപ്ലിൻ എങ്ങനെയാന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള അറിവുകൾ എവിടുന്ന് കിട്ടുന്നോ അത് എടുക്കുക. ഏത് സെഷൻ കിട്ടുന്നു? ഇന്നലെ മെർലി ബിജി മാഡത്തിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ബീജനെ പറ്റിയിട്ട്, വണ്ടർഫുൾ.
49 മിനിറ്റ് കൊണ്ട് ന്യൂട്രിചാർജ് PJ എങ്ങനെ ഉപയോഗിക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ഉപയോഗിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള മനോഹരമായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സെഷൻ. അപ്പൊ അവിടുന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാണ്ട്. നോക്കൂ, എല്ലാം നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഓരോ പോയിന്റുകൾ സ്ട്രൈക്ക് ആവും. ആ പോയിന്റുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ അത് നമ്മുടെ മനസ്സിൽ പതിയും. അങ്ങനെ തന്നെയാണ് ഇന്ന് മുൻനിരയിൽ വന്ന എല്ലാ ലീഡേഴ്സും ഈ ലെവലിലേക്ക് എത്തിയത്. അങ്ങനെ തന്നെയാണ് അവർക്ക് പ്രൊഡക്റ്റ് പറയാൻ പറ്റുന്നത്. കാരണം എന്താ, ഓരോ സെഷനുകൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്യും, ഓ ഇതിൽ ഇങ്ങനെ ഉണ്ട് അല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ ബഹുദൂരം പോകും. കാരണം കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. അത് ചെയ്യാൻ പ്രൊഡക്റ്റ് നോളജ് നല്ലോണം ഉണ്ടായാൽ മതി. ഒപ്പം തന്നെ എന്ത് വേണം, സാമ്പിൾ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ വേണം. 9 രൂപയുടെ പേസ്റ്റ്, നമ്മുടെ ഹെയർ സെറം ഉണ്ട്, നമ്മുടെ ചെറിയത് നമ്മുടെ ഇന്റിമേറ്റ് വാഷിന്റെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവർക്ക് മണക്കുമ്പോൾ അവർക്ക് നല്ല സുഗന്ധം കിട്ടും. അപ്പോൾ അവർക്ക് അറിയാം ഇത് ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു ഡബ്ബയിലാക്കി വെച്ച് നോക്കും, അതൊന്ന് ജസ്റ്റ് ഒന്ന് വാസനിക്കാൻ കൊടുത്തു നോക്കൂ, അതിന്റെ ക്വാളിറ്റി അവർക്ക് അറിയാൻ പറ്റും. അതിനാണ് എൻഡോമെന്റ് എഫക്ട് എന്ന് പറയുക. അതായത് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് അത് അവരുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അവർക്ക് സാമ്പിളുകൾ കൊടുക്കണം. അതിന് നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിക്കോളൂ, മെയിൻ ലെവലിൽ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സും അവരുടെ ഹോം മീറ്റിംഗ് ചെയ്യുന്ന കാര്യം എല്ലാം പൊട്ടിച്ചു കൊടുക്കുന്നുള്ളതാണ്, മുളക് പൊടി ഒഴിച്ച്. കാരണം മുളക് പൊടി പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഫൈബർ ബിസ്ക്കറ്റ്, കോക്കനട്ട് ബിസ്ക്കറ്റ്, ജീര ബിസ്ക്കറ്റ് ഇതൊക്കെ പൊട്ടിച്ചു കൊടുക്കും. പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. മഞ്ഞൾപ്പൊടി പൊട്ടിച്ചൊന്ന് മണക്കാൻ കൊടുക്കും. നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ഇതാക്കാൻ കൊടുക്കും. ചായപ്പൊടി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഡെമോ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അതിൽ വിശ്വാസം കൂടും. നമ്മൾ വെറുതെ പറയല്ല, നമ്മൾ ഡെമോ കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ സാമ്പിളുകൾ നമ്മുടെ കയ്യിൽ വേണം. അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. നിങ്ങൾ ഹോം മീറ്റിങ്ങിന് പോവായിക്കോട്ടെ, ഒരാളെ കാണാൻ പോവായിക്കോട്ടെ, നമ്മൾ മുൻധാരണ വെച്ച് ഒരിക്കലും പോകാൻ പാടില്ല. അയാളൊക്കെ ഇത്രയേ മേടിക്കുള്ളൂ, ഞാൻ പറഞ്ഞാലൊന്നും ആൾ കേൾക്കാറില്ല, പിന്നെയാണ് സാറ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം ഇടും. അവിടെ ചെന്ന് ഈ സാറ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എല്ലാ പ്രൊഡക്റ്റും വേണം. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വണ്ടിയിൽ വിചാരിച്ച രീതിയിൽ പ്രൊഡക്റ്റ് ഇല്ല. പല സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അവർ വാങ്ങോ ഇല്ലെന്നൊന്നും വിചാരിക്കണം. നമ്മുടെ കയ്യിൽ എപ്പോഴും സഫീഷ്യന്റ് സ്റ്റോക്ക് വേണം. എപ്പോഴാ എവിടെ പ്രൊഡക്റ്റ് സെയിൽ ആവാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾ ഓൺ ദ വേ കാണാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകാനാവും തീരുമാനിച്ചിട്ടുണ്ടാവുക. ഓൺ ദ വേ നിങ്ങൾ വേറൊരാളെ കാണും, അയാളായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വെനെവർ വേറെവർ യു ഗോ, നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് സ്കൂട്ടി ആയിക്കോട്ടെ, അത് കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 7 സീറ്റർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വലിയൊരു റേഞ്ച് തന്നെ വേണം. ഒരു കുറവും വെക്കാൻ പാടില്ല. വണ്ടിയിൽ അത് നിർബന്ധമായിട്ടും വേണം. കാരണം അത് നിങ്ങളുടെ ബിസിനസിനെ വളർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം തന്നെ ചെയ്യേണ്ട കമ്പൾസറി ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഒരു കൊല്ലത്തെ കാലയളവിനുള്ളിൽ നമ്മുടെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ചെയ്യരുത്. ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഉടനടി ആ ജോലിക്കുള്ള പ്രവേശനം കിട്ടില്ല. പകരം നമ്മളെ ഒരു ട്രെയിനിങ് സെഗ്മെന്റിലേക്ക് ഇടും. അവിടെ ഓൺ ദ ജോബ് ട്രെയിനിങ് തന്ന് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക്, അല്ലെങ്കിൽ ക്വാളിഫൈ ആവുന്ന വരെ നമുക്ക് ആ ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കും. ആർമിയിൽ നമ്മൾ കയറുമ്പോൾ ഉടനടി ബറ്റാലിയൻ എടുത്തിട്ട് നമുക്ക് പോകാൻ പറയില്ല, അതിർത്തിയിലേക്ക് പോകാൻ പറയില്ല. അവിടെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങൾ 1-2 കൊല്ലം കിട്ടിയതിന് ശേഷമാണ് ആൾക്കാർ അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇയർ ഈസ് ഫോർ ട്രെയിനിങ്. ഇതിനെപ്പറ്റി പഠിക്കാനും ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനും ഇതിന്റെ ആശയത്തെ ശരിക്കും ഉൾക്കൊള്ളാനും പ്രൊഡക്റ്റിന്റെ റേഞ്ച് മനസ്സിലാക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതൊരു ട്രെയിനിങ് ഫേസ് ആണ്. അപ്പൊ ഈ ഒരു കൊല്ലം നമ്മൾ റിസൾട്ട് അല്ല പ്രതീക്ഷിക്കേണ്ടത്. പകരം എന്ത് വേണം, നമ്മളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു കൊല്ലം എന്ന് പറയുന്നത് എന്റെ ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ. നമ്മൾ ഇത്രയും ജോലിക്കൊക്കെ അർഹതയാവുന്നത് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ നേരത്തെ എത്രയോ കൊല്ലം പഠിച്ചിട്ടാ, ഇതൊക്കെ നമ്മുടെ ട്രെയിനിങ് ഫേസ്. അവിടെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഫസ്റ്റ് ഇയർ ഈസ് ഫോർ ലേണിംഗ്, നോ അതർ MLM. ഈ സമയത്ത് വേറെ ഒരു പരിപാടികൾക്കും പോകാൻ പാടില്ല. നിങ്ങൾ RCMലേക്ക് വരികയാണെങ്കിൽ അതിന് 100% പ്രിയോറിറ്റി കൊടുക്കുക. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. 100% പ്രിയോറിറ്റി കൊടുക്കുക. ഒരു പക്ഷെ നിങ്ങൾ വർക്കിംഗ് ക്ലാസ് പ്രൊഫഷണൽ ആയിരിക്കാം, ആ ജോലി കഴിഞ്ഞിട്ട് RCMന് ഏറ്റവും മികച്ച രീതിയിലുള്ള സമയം നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. അത് 2 മണിക്കൂർ ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, പക്ഷെ 1 മണിക്കൂർ എഫിഷ്യന്റ് ആയിട്ട് അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ അതർ പ്രോഗ്രാം. കമ്പൾസറിലി ആ ഒരു കൊല്ലം എന്ന് പറയുന്നത് നിങ്ങൾ RCMലേക്ക് ഡിവോട്ട് ചെയ്യണം. വേറെ ആരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ പോകരുത്. കാരണം ഉപദേശം കേട്ട് നന്നായി ഒരാളും ഈ ഭൂമിയിലില്ല. പകരം എന്താണ്, അനുഭവങ്ങൾ കൊണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട് നന്നായ ആൾക്കാരുള്ളൂ. വേറെ ആൾക്കാർക്ക് പല ആശയങ്ങൾ ഉണ്ടായിരിക്കും, പല ഉപദേശങ്ങൾ നിങ്ങളോട് തരും. അവർ ചോദിക്കും എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ ഇത് ചെയ്തിട്ട് എന്താ കാര്യം? അതിലേക്കൊക്കെ ഞാൻ വരും. കാരണം നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 10 സെഗ്മെന്റ് ഉണ്ട്, അതിൽ ഇത് കവർ ആവും. അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചെല്ലുന്നില്ല. പക്ഷെ അഡ്വൈസുകൾക്ക് നിങ്ങൾ ചെവി ഓർക്കരുത്.
വേറെ ഒരു വർക്കും ഇതല്ലാതെ വേറെ ഒരു വർക്കിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ ജോലി, അത് കഴിഞ്ഞാൽ RCM. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിഗറസ് ആക്ടിവിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഡെവലപ്പ് സം ഇമ്പോർട്ടന്റ് ഹാബിറ്റ്സ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശീലങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. അതിൽ ഏറ്റവും ആദ്യത്താണ് 100% പ്രൊഡക്റ്റ് യൂസ്. ഈ ഒരു കൊല്ലത്തെ കാലയളവിനുള്ളിൽ നിങ്ങൾ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. RCMന്റെ അല്ലാത്ത മാത്രമേ പുറത്തുനിന്ന് മേടിക്കൂ, RCMലുള്ള എല്ലാം RCM മാത്രമേ മേടിക്കൂ എന്നുള്ളത് നമ്മളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. കാരണം പുറത്തുനിന്ന് മേടിച്ചാൽ നഷ്ടം നമുക്കാണ്. എന്താണ് നഷ്ടം? ഫ്രീ പ്രൊഡക്റ്റ് നഷ്ടമാവും, ക്യാഷ് അവാർഡ് നഷ്ടമാവും, PV ജനറേഷൻ നഷ്ടമാവും. ഇതൊക്കെ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളാണ്. അപ്പൊ നമ്മൾ തീരുമാനിക്കുക 100% പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ. 100% നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരാളോട് 100% ആയിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഈ 100% പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും? ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ആവും. എന്താണ് ഡയമണ്ട് ക്ലബ്ബ്? ഒരു മാസത്തിന്റെ 1 തൊട്ട് 10 സെൽഫ് ഐഡിയിൽ 5000 മുകളിൽ അടിക്കുന്നതാണ് ഡയമണ്ട് ക്ലബ്ബ്. 5000 PVക്ക് മുകളിൽ ചെയ്യുന്നത്, അതായത് ഒരു 10000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ. 3000-4000 രൂപ നമുക്ക് തന്നെ വേണം വീട്ടിലേക്ക്. ബാക്കി 6000-7000 രൂപ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. അതിലൂടെ സെയിൽസ് കമ്മീഷനും കിട്ടും. അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും ഈ ബിസിനസ്സിൽ നമുക്ക് പെർഫോമൻസ് ബോണസിനേക്കുള്ള അർഹത നമുക്ക് കിട്ടുക, ആക്റ്റീവായിട്ടൊരു ഇൻകം വന്നു തുടങ്ങുക. അതിന്റെ ഒപ്പം തന്നെ പെർ ഡേ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും RCMന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. സെയിലാണോ? സെയില്. ഒരാളെ കാണാൻ പോയോ? റിസൾട്ട് കിട്ടിയില്ല, നോ പ്രോബ്ലം. നിങ്ങൾ കാണാൻ പോയോ എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. അത് ചെയ്തോ, എഴുതുക. ഇതിന്റെ ഒരു കാറ്റലോഗ്, ഇതിന്റെ ഒരു ടെസ്റ്റിമോണിയൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ ദിവസവും RCMന് ഞാൻ കൊടുത്ത ഷെയർ എത്രയാണ്? ഫിക്സ് ടൈം, ഒരു നിശ്ചിത സമയം അതിനുവേണ്ടി ഡിസൈഡ് ചെയ്യുക. 6 തൊട്ട് 8 വരെ ഞാൻ RCMന് വേണ്ടി പ്രവർത്തിക്കും. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഈ ആദ്യത്തെ ഒരു കൊല്ലത്തിൽ. ഡെവലപ്പ് യുവർ സ്കിൽ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്കില്ലുകൾ ഇതിന്റെ കൂടെ കൂട്ടുക. കാരണം യുവർ ഇൻകം വിൽ ബി ആസ് മച്ച് ആസ് യുവർ സ്കിൽ. നിങ്ങളുടെ സ്കിൽ എത്രയോ നല്ലതാണോ അതനുസരിച്ച് നിങ്ങളുടെ ഇൻകം അത്രത്തോളം നല്ലതായിരിക്കും. നിങ്ങൾ പ്രൊഡക്റ്റ് അതിഗംഭീരമായിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ ഈസിൽ നിങ്ങൾക്ക് ഒരാൾ കൺവിൻസ് ചെയ്യാൻ പറ്റും. അത്രത്തോളം PV ജനറേറ്റ് ആവും. നിങ്ങൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് ആൾക്കാർ ഈ ബിസിനസിന് സാധ്യത പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത്രത്തോളം ആൾക്കാർ നിങ്ങളുടെ ടീമിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെ സ്കില്ലാണ് ഇതിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് സ്പീക്കിംഗ് സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് സ്കില്ലായിരിക്കാം. ഏത് തരത്തിലെ സ്കില്ലുകളും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം ആയിട്ട് ഇവിടെ കൺവേർട്ട് ആവും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കൊല്ലത്തിൽ, ഈ ഒരു 6 മാസത്തൊട്ടുള്ള ഒരു കൊല്ലത്തിൽ, ഈ ഒരു കാലയളവില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്ടിവിറ്റി അത് കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ നമ്മൾ റെഫർ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ പോസിറ്റീവായിട്ട് വെക്കുന്ന കാര്യങ്ങൾ, കാരണം ഒരുപാട് നെഗറ്റീവുകൾ വരും. ഈ സമയത്ത് നമ്മളെ പോസിറ്റീവായിട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്ടിവിറ്റി. അത് നമ്മൾ ഒരു 30 മിനിറ്റ് ഡെയിലി നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കണം. സോ ഇതാണ് ഫേസ് 1 എന്ന് പറഞ്ഞത്. ഒരു തുടക്കക്കാരൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒരു തുടക്കക്കാരൻ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നേരത്തെ മാഡം ചോദിച്ചു ലേഡീസിനെ സംബന്ധിച്ച് എന്ത് ഡ്രസ് കോഡാണ് വേണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ചുരിദാർ ആണെങ്കിലും നിങ്ങൾ ചുരിദാർ ഇട്ട് പോവാം, നോ പ്രോബ്ലം. അതിൽ അൺപ്രൊഫഷണലിസം ആയിട്ടുള്ളതൊന്നുമില്ല. പ്രൊവൈഡഡ് ദാറ്റ് നമുക്കൊരു ടാഗ് വേണം, നല്ല വൃത്തിയുള്ള വസ്ത്രധാരണമായിരിക്കണം. നിങ്ങൾ സാരി ആണെങ്കിൽ സാരി നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇട്ട് പോവാം. പ്രൊവൈഡഡ് അതിനും ഒരു ID കാർഡ് വേണം, വെൽ കോംഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ലേഡീസിനോടും പുരുഷന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഈ കഴുത്തിന്റെ ഈ 2 ഭാഗത്തും, നിങ്ങളുടെ ഈ ഒരു ഏരിയയിലും ഈ മിഡിൽ പോർഷനിലുമാണ് അടിക്കേണ്ടത്. കാരണം അത് നിലനിൽക്കണമെങ്കിൽ, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഭാഗത്ത് അടിച്ചു പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് സെഷനുകൾ വേറെ ഉണ്ട്. അതിലേക്കൊക്കെ പിന്നീട് ഒരു ദിവസം നമുക്ക് വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഡ്രസ്സുകളാണ് നമ്മൾ ധരിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാള് ഇന്നത് പറഞ്ഞു ഞാൻ അത് തന്നെ ഇട്ടിട്ട് പോകണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, പക്ഷെ പ്രൊവൈഡഡ് ദാറ്റ് അതൊരു പ്രൊഫഷണൽ ലുക്ക് തരണം. ആൻഡ് പ്രൊഫഷണൽ ലുക്ക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സാരി നല്ലൊരു പ്രൊഫഷണൽ ലുക്കാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചുരിദാർ ഇട്ട് പോവുകയാണെങ്കിൽ അതിന്റെ മേലെ നിങ്ങൾക്കൊരു ഹാഫ് കോട്ട് ഇട്ടിട്ടും പോവാം, നോ പ്രോബ്ലം. ഓക്കെ, ദാറ്റ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ യു. പ്രൊവൈഡഡ് ദാറ്റ് അതെന്തായിരിക്കണം, ഒരു മെച്യൂർഡ് ലുക്ക് നിങ്ങൾക്ക് തരണം. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അട്രാക്റ്റീവ് ആയിരിക്കണം. പ്രൊവൈഡഡ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. നമ്മുടെ ഹെയർ സെറം ഉണ്ട്, നമ്മുടെ ഫേസ് സെറം ഉണ്ട്, നമ്മുടെ മോയ്സ്ചറൈസർ ഉണ്ട്, നമ്മുടെ എന്താ പറയാ റോസ് വാട്ടർ ഉണ്ട്, നമ്മുടെ പെർഫ്യൂമുകൾ ഉണ്ട്. എല്ലാം നമ്മുടേതായിട്ടുള്ളത് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു കോൺഫിഡൻസ് വേറെ ലെവൽ. ഇപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ പ്രൊഡക്റ്റ്. അതെ, ഈ ഒരു പ്രോഗ്രാമിന് മുന്നേ പഞ്ചതുളസി ഡ്രോപ്പ് ഇട്ടിട്ടുള്ള ചൂടുവെള്ളം കുടിച്ചു. ഈ ഒരു പ്രോഗ്രാമിന് മുന്നേ അതെ ഹെയർ സെറം ഇട്ടിട്ട് എന്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. ഈ ഒരു പ്രോഗ്രാമിന് മുന്നേ എന്ത് ചെയ്തു, മറ്റേ BB ക്രീം ഇട്ടു. അതേപോലെ തന്നെ അതിന് മുന്നേ റോസ് വാട്ടർ അടിച്ചു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി സെക്കൻഡ് ഫേസിൽ എന്ത് ചെയ്യണം? അതിനെ പറയുന്ന പേരാണ് സ്പീഡ് അപ്പ് ഫേസ്. അപ്പൊ ഈ ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ
ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോവുക. ഒരു കണ്ടിന്യൂസ് ലെവൽ ആക്ഷൻ ആയിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്യേണ്ടത്? പ്ലാൻ പറയാം. വേറെ ഒന്നും ചെയ്യാനില്ല ഈ ബിസിനസ്സിൽ. നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള പ്ലാൻ, ട്രഡീഷണൽ മാർക്കറ്റും ഡയറക്ട് മാർക്കറ്റിംഗ് തമ്മിലുള്ള വില വ്യത്യാസം അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ മാസങ്ങളിലും എന്ത് വരുന്നു, എങ്ങനെ ഡിഫറൻസ് വരുന്നു അതിന്റെ വില വ്യത്യാസം നമ്മുടെ കറക്റ്റ് ആയിട്ട് വേണം. ഒരു 4-5 മാസം മുന്നത്തെ വില വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം മാർക്കറ്റിൽ വില അപ്ഡേറ്റ് ആവുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിലും വില അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് ധാരണ വേണം, പുതിയതായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം? റിപ്പീറ്റഡ് ആയിട്ട് പ്ലാൻ. വേറൊന്നുമില്ല, പ്ലാൻ പറയാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. താങ്കൾ ആരോട് പ്ലാൻ പറയാൻ എന്നുള്ളത് ഇന്ന് പ്ലാൻ ചെയ്യുക. ഈ ബിസിനസ്സിൽ നിങ്ങൾ വളരണമെങ്കിൽ, ഈ ബിസിനസ്സിൽ നിങ്ങൾ ബഹുദൂരം പോകണമെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടൊക്കെ പ്ലാൻ പറയാന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം പ്ലാൻ ആരോടൊക്കെ പറയാൻ പറ്റുന്ന അവരോടൊക്കെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പ്ലാൻ പറയാം. ഹോം മീറ്റിംഗ് എടുക്കുക. കാരണം ഒരാളോട് 1 മണിക്കൂർ എടുത്ത് പറയുന്ന അതേ കാര്യം തന്നെ 10 പേരോട് 1 മണിക്കൂർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത കൂടുതൽ 10 പേരോട് പറഞ്ഞ സ്ഥലത്താണ്. കാരണം ചിലപ്പോൾ 1-ൽ കൂടുതൽ ആൾക്കാർ അവിടുന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എഫേർട്ട് സെയിമാ, പക്ഷെ റിസൾട്ട് കൂടുതലായിരിക്കും. പ്രാക്ടീസ് യുവർ ലേണിംഗ് ഇൻ ദിസ് ഫേസ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മോർ പ്ലാൻ മീൻസ് മോർ ബിസിനസ്. എത്രയേറെ നിങ്ങൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടോ അത്രയേറെ നിങ്ങൾ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ മൂർത്തി സാറിന്റെ കാര്യം എടുക്കൂ. എങ്ങനെ സഫയർ ഒറ്റ കാര്യമേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ പ്ലാൻ പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് എന്തായി? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സഫയർ ആയി. ഇന്ന് കേരളത്തിലെ ഏത് ലീഡർമാരെയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, എങ്ങനെ അവർ ഈ ലെവലിലേക്ക് എത്തിച്ചു വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ കൂടുതൽ ആൾക്കാരിലേക്ക് പ്ലാനിനെ എത്തിച്ചു, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അവർ വളർന്നു. അപ്പൊ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പഠിക്കണം. ഒരാൾ വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ, ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. പക്ഷേ അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം അവര് ചെയ്യുമ്പോൾ അവര് പഠിക്കും, അവര് വളരും, അവര് ബഹുദൂരം പോകും. നമ്മൾ അവിടെ തന്നെ ഇരിക്കും. കാരണം എന്താ? നമ്മുടെ സ്കൂട്ടർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഓടിക്കുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്നതും ക്ലച്ച് അമർത്തുന്നതും ബ്രേക്ക് അമർത്തുന്നതും വേറൊരാളാണ്. നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുക. ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളൊന്നും ബാക്ക് സീറ്റിലാ, അയാൾക്ക് ഒരിക്കലും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്ലാൻ എത്രയും ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്നുവോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പ്രാക്ടീസ് ആൻഡ് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സച്ചിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. നമുക്ക് ഒരു കോരിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്ന സമയത്ത് ബ്രാഡ് ഹോഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ക്രിക്കറ്റർ, അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളറാണ്, ലെഫ്റ്റ് ഹാൻഡ് ആണ്, സ്പിന്നറാണ്. അദ്ദേഹം ബോൾ ചെയ്തപ്പോൾ ഇദ്ദേഹം ഔട്ടായ സമയത്ത് അദ്ദേഹം ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു. അത് കൂടെ റൗണ്ട് കൂടെയൊക്കെ ഓടി മൊത്തം ഭയങ്കര എനർജറ്റിക് ഒക്കെ ആയിട്ട് ആള് ഭയങ്കര ഒരു ആർപ്പുവിളിയൊക്കെ ചെയ്തു. കാരണം എന്താ? സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ലെജൻഡാണ്. അപ്പൊ വളരെ യങ് ഏജിൽ തന്നെ ബ്രാഡ് ഹോഗിന് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു അംഗീകാരം പോലെയായി. അങ്ങനെ ചെന്ന് അദ്ദേഹം ലോക്കർ റൂമിൽ ചെന്നു. ഇദ്ദേഹത്തെ ഔട്ടാക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്തിട്ട് സച്ചിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇതൊന്ന് സൈൻ ചെയ്യോ ചോദിച്ചു. സച്ചിൻ സൈൻ ചെയ്തു. അതിന്റെ ഒപ്പം താഴെ ഒരു കാര്യം കൂടി എഴുതി, നെവർ അഗെയിൻ മേറ്റ്. അതായത് ഇത് ഇനി ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പും കൂടി അദ്ദേഹം അതിന്റെ കൂടെ എഴുതി ചേർത്തു. പിന്നെ ഇത്രയും കാലത്തിനിടയിൽ വെച്ചിട്ട് 47 കളികള് ബ്രാഡ് ഹോഗും സച്ചിനും ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത്. അതിൽ ഇന്നേ വരെ ബ്രാഡ് ഹോഗിന് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് ഇതിന്റെ പിന്നിൽ വെറുതെ ഒരു വാക്ക് മാത്രമായിരുന്നില്ല, ഒരു വേർഡ് മാത്രമായിരുന്നില്ല, കണ്ടിന്യൂസ് റിഗറസ് ആക്ഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുന്ന സ്പിന്നിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നിരന്തരമായിട്ട് സച്ചിൻ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ എപ്പോഴും കാണുന്നത് സ്റ്റേഡിയത്തിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നതാ. പക്ഷേ 12, 20, 30 മണിക്കൂറുകൾ നെറ്റിന്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സച്ചിനെ നമ്മൾ കാണുന്നില്ല. ഇതേ പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. കണ്ടിന്യൂസ് റിഗറസ് പ്രാക്ടീസ്. ആൻഡ് അങ്ങനെ കണ്ടിന്യൂസ് റിഗറസ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ സച്ചിൻ എന്നൊരു ലെജൻഡിനെ പോലെ നാളെ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാർ നമ്മളെ പറ്റി പറയും. ബിക്കോസ് ഹി ഡിഡ് കണ്ടിന്യൂസ് റിഗറസ് പ്രാക്ടീസ്. എന്തായിരുന്നു ആ പ്രാക്ടീസ്? അദ്ദേഹം എറിയുന്ന ബോളിൽ ഒരിക്കലും ഔട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത ദൃഢപ്രതിജ്ഞ. അതുപോലൊരു പ്രതിജ്ഞ നമുക്ക് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിനൊരു ആക്ഷൻ ആക്കി മാറ്റാൻ സാധിക്കണം. കണ്ടിന്യൂസ് ആക്ഷന്റെ വേറൊരു അത്യുഗ്രൻ ഉദാഹരണമാണ് മൈക്കിൾ ജോർഡൻ എന്ന് പറയുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള ബാസ്കറ്റ് ബോൾ പ്ലെയർ. അദ്ദേഹത്തെ പോലെ ഒരു കരിയർ വേറൊരാൾക്കും ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഐ ഹാവ് മിസ്ഡ് മോർ ദാൻ 9,000 ഷോട്ട്സ്. എന്റെ കരിയറിൽ ഞാൻ 9,000 ഷോട്ടുകൾ, അതായത് നമ്മൾ ഫുട്ബോളിൽ ഗോൾ എന്ന് പറയുന്ന പോലെ ബാസ്കറ്റ് ബോളിൽ നെറ്റിന്റെ ഉള്ളിൽ ഇടുന്നതിന് ഷോട്ട് എന്നാണ് പറയാം. 9,000 ഷോട്ടുകൾ എന്റെ കരിയറിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 300-ലധികം ഗെയിമുകൾ അദ്ദേഹം ഫെയിൽ ആയിട്ടുണ്ട്, ലോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 26 ടൈംസ് ഐ ഹാവ് ബീൻ ട്രസ്റ്റഡ് ടു ടേക്ക് ദ ഗെയിം വിന്നിംഗ്. 26 വട്ടവും ആൾക്കാർ പ്രതീക്ഷിച്ചു ഞാൻ ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇതിനെ വിജയിപ്പിക്കും
എന്നുള്ള നിർണായക ഘട്ടത്തിൽ ഞാൻ പരാജിതരായിട്ടുണ്ട്, ഞാൻ മിസ്സായിട്ടുണ്ട്. ഐ ഹാവ് ഫെയിൽഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ഇൻ മൈ ലൈഫ്. അദ്ദേഹം ജീവിതത്തിൽ പല വട്ടമായിട്ട് വീണ്ടും വീണ്ടും ഫെയിൽ ആയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇൻ മൈ ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സക്സീഡ്. എന്തുകൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ സമ്മാനിച്ചത്. ഏറ്റവും കൂടുതൽ വട്ടം പരാജയപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ വിജയിച്ചത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്തു, നിരന്തരമായി ട്രൈ ചെയ്തു. ഇത്രയും ഷോട്ടുകൾ മിസ്സായാലും ഓരോ വട്ടം അദ്ദേഹം പഠിച്ചു, ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. അപ്പോ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ആണ്. നമ്മൾ അതിനെ പഠിച്ച് നമ്മൾ മുന്നേറും. ഓൺലി വൺ തിങ് ഈസ് ഇമ്പോർട്ടന്റ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ പല വ്യക്തിത്വങ്ങൾ വരും അല്ലെ. എത്ര കൊല്ലങ്ങളായിട്ട് ഈ ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എപ്പോഴും ഒരു അഡ്മിറേഷൻ തോന്നുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഒരു പരിധിക്ക് അവർ വളർന്നുണ്ടാവില്ല, പക്ഷെ അവർ കൺസിസ്റ്റന്റാ. അവരെന്തെങ്കിലും ഒരു നാൾ ഈ ബിസിനസ്സിൽ വിജയിക്കും. കാരണം അവര് ഓരോ വട്ടവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ട്രൈങ്, ദേ കീപ് ഓൺ ട്രൈങ്. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിഗ്രസ് ആയിട്ട് ആ കാര്യത്തെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നവരെ, ഒരു ശീലമായിട്ട് മാറുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസിക്കിൾ. ഒരു സൈക്കിൾ പോലെയാണ് ജീവിതം അല്ലെ, ഒരു സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ് ജീവിതം. ടു കീപ് യുവർ ബാലൻസ്, നിങ്ങളുടെ ബാലൻസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതല്ല, ഫിസിക്സിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബൈസിക്കിൾ പോലെയാണ്. അതിൽ ബാലൻസ് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അല്ലെ. നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് പോകുന്നത്. ആർസിഎം അതുപോലെയാണ്. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരു സ്റ്റോപ്പ് ഇടുമ്പോഴാണ് ആർസിഎമ്മിൽ ഇതുവരെ നിങ്ങൾ നേടിയതൊക്കെ ഇല്ലാതെയാവുന്നത്. കാരണം അതുവരെ നമുക്കത് കാണാൻ സാധിക്കില്ല. എന്ന് നമ്മൾ ചവിട്ട് നിർത്തുന്നു അന്നാണ് നമ്മൾ ചിലപ്പോൾ തോന്നുക ഇത്രയും കാലം ഞാൻ നേടിയതൊക്കെ ഇനി ഒന്നേന്ന് തുടങ്ങണല്ലോ എന്നുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ആ ആക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. മേക്ക് ഇറ്റ് യുവർ മസിൽ മെമ്മറി. ഒരു മസിൽ മെമ്മറി ആയിട്ട് നിങ്ങളുടെ ആക്ഷനെ നമ്മൾ മാറ്റാൻ സാധിക്കണം. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് മൾട്ടിപ്ലൈയിങ് ഫേസ്. അപ്പൊ ഈ ഫസ്റ്റ് ഫേസ്, ആ ഒരു ലേണിംഗ് ഫേസ് കഴിഞ്ഞിട്ട് സ്പീഡപ്പ് ഫേസ് കഴിഞ്ഞിട്ട്, സ്പീഡപ്പ് ഫേസിൽ നമ്മൾ ആക്ഷൻ, ഓൺലി ആക്ഷനോട് ആക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, മൾട്ടിപ്ലൈയിങ് ഫേസ് എത്തും. മൾട്ടിപ്ലൈയിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളുടെ ടീമിലെ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കും. യുവർ സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് പീപ്പിൾ ഡ്യൂപ്ലിക്കേറ്റിംഗ് യുവർ ആക്ഷൻ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര പേര് നിങ്ങളുടെ ആക്ഷനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ ആക്ഷൻ നല്ലതാണെങ്കിൽ നല്ല ഡ്യൂപ്ലിക്കേഷൻ നടക്കും. നിങ്ങളുടെ ആക്ഷൻ മോശമാണെങ്കിൽ നാളെ തിരിഞ്ഞു നോക്കാൻ ബിസിനസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആക്ഷൻ നന്നാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം. അതിനെന്ത് വേണം, നമ്മുടെ ആക്ഷൻ റൈറ്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വാട്ട് ഷുഡ് എ റൈറ്റ് ഡ്യൂപ്ലിക്കേറ്റർ ലുക്ക് ലൈക്ക്? ഒരു ശരിയായൊരു ഡ്യൂപ്ലിക്കേറ്റർ എങ്ങനെ ആയിരിക്കണം? ഒന്നാമത്തെ കാര്യം, ഹി ഓർ ഷീ ഷുഡ് ഹാവ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ്, ഔട്ട് ഓഫ് ടൗൺ ബിസിനസ്. അതായത് നമ്മുടെ ഏരിയയിൽ അല്ലാതെ പുറമേ പോയി ബിസിനസ് ചെയ്യാനുള്ള ഒരു ക്ഷമതയും ഒരു കഴിവും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹി ഓർ ഷീ ഷുഡ് ഹാവ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും മാറ്റം കൊണ്ടുവന്ന ഒരാളായിരിക്കണം ഒരു നല്ല ഡ്യൂപ്ലിക്കേറ്റർ. ഹി ഓർ ഷീ ഷുഡ് പ്ലാൻ മാക്സിമം നമ്പർ ഓഫ് പ്ലാൻസ്. നല്ല രീതിയിൽ പ്ലാനുകൾ പ്ലാൻ ചെയ്യുന്നത്, അതായത് നാളെ മറ്റന്നാൾ അതിന്റെ അടുത്ത ദിവസം ആരോടൊക്കെ പ്ലാൻ പറയണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആളായിരിക്കണം നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റർ. അയാളെ കണ്ടിട്ട് വേണം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഹി ഓർ ഷീ ഷുഡ് നെവർ സേ ഓർ ഡു എനിത്തിങ് ദാറ്റ് വിൽ ജെപ്പഡൈസ് PV. അതായത് PV നഷ്ടപ്പെടുത്തുന്നോ PV ഇല്ലാതെ ആക്കുന്ന ഒരു തരത്തിലുള്ള വർത്തമാനമോ പ്രവൃത്തിയോ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഈ 4 കാര്യങ്ങളും ഒത്തുവരുന്ന ആള് വേണം നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റർ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ഒരു ഔട്ട് ഓഫ് ടൗൺ ബിസിനസ് വേണം. രണ്ടാമത്, ഒരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റി. ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരു 100% ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പ്ലാൻ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാക്കാലോ പ്രവൃത്തിയോട് കൂടിയിട്ടോ ഒരു കാരണവശാലും PV നഷ്ടപ്പെടുത്താൻ അവസരം ഉണ്ടാക്കാത്ത ഒരാളും കൂടി ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഒത്തുവരുന്ന ഒരാളെ നിങ്ങൾ ധൈര്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോളൂ, റിസൾട്ട് വരും. പക്ഷെ ഇത് ഇല്ലാത്ത ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ടീം പോലും ഇല്ലാതെ പോകുന്നത്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈയിങ് ഫേസ് ആണ്. നമ്മുടെ ആക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഡെവലപ്പ് യുവർ ലീഡർഷിപ്പ് ത്രൂ ട്രെയിനിങ് സെഷൻസ്. എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ട്രെയിനിങ്ങുകളാണ്. അതുവരെ നമ്മൾ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ആണ്. ഈ ഒരു ഫേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് ട്രെയിനിങ്ങുകളാണ്. സെൽഫ് അനലൈസ് ചെയ്യുക. എന്താ സെൽഫ് അനലൈസ് ചെയ്യേണ്ടത്? നമ്മുടെ മന്ത്ലി ബിസിനസ് എങ്ങനെയുണ്ട്, നമ്മുടെ ക്വാർട്ടർലി ബിസിനസ് എങ്ങനെയുണ്ട്. ക്വാർട്ടർലി ബിസിനസ് എന്ന് വെച്ചാൽ ഓരോ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ പോകുന്നു, അതിന്റെ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യാം. ഇയർലി ബിസിനസ് എങ്ങനെയുണ്ട്. ഈ കാര്യങ്ങളെ പ്രോപ്പർലി അനലൈസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒപ്പം തന്നെ എന്ത് വേണം, ഡെപ്ത് ഡ്രൈവ് നടത്തണം. ടേക്കിംഗ് ഇൻട്രസ്റ്റഡ് പാർട്ടി ടു നിയർ ബൈ വണ്ടർ വേൾഡ് ക്യൂക്ക്
enhancing the vision, setting a meeting at home with product and duplicating the same with 2 person who attend the meeting. എന്താണ് ഡെപ്ത് ഡ്രൈവ്? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരെ തൊട്ടടുത്തുള്ള വണ്ടർ വേൾഡ് ക്വിക്കിൽ കൊണ്ടുപോയതിനു ശേഷം അവരുടെ വിഷൻ കൂട്ടിയതിനു ശേഷം അവരുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഹോം മീറ്റിംഗിൽ വന്ന 2 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തെ പറയുന്ന പേരാണ് ഡെപ്ത് ഡ്രൈവ് എന്നുള്ളത്. ഡെപ്തിനെ വളർത്തുക, നമ്മുടെ ഡെപ്തിനെ എൻഹാൻസ് ചെയ്യുക, അതിനെയാണ് ഡെപ്ത് ഡ്രൈവ് എന്ന് പറയാം. ഇതൊക്കെ ഈ മൾട്ടിപ്ലൈങ് ഫേസിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഡെപ്ത് ഡ്രൈവിനെ ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. നമ്മളൊരു മീറ്റിംഗ് വെച്ചു, ആ മീറ്റിംഗിലേക്ക് ഒരു മിനിമം 10 പേര് വന്നു എന്ന് വിചാരിക്കുക. അതിൽ 2 പേർക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്ന് കൊള്ളാന്നുണ്ട്. ബിഫോർ വൈൻഡിങ് അപ്പ് നമ്മൾ ആ മീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ മേക്ക് ഷുവർ ദ റിമൈനിങ് 8 പർച്ചേസ് പ്രൊഡക്റ്റ് ഓഫ് എനി റേഞ്ച്. അതായത് ഈ 2 പേര് ഓൾറെഡി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ആ 10 പേരിൽ ബാക്കി 8 പേര് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നേക്കാളും മുന്നേ പ്രൊഡക്റ്റ് മേടിക്കുന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. അങ്ങനെ എൻഷുർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നേക്കാളും മുന്നേ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തി, അതായത് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ച വ്യക്തി നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചു, അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും വന്നു. അങ്ങനെ ഒരാൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നല്ല ബന്ധമായതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലൊരു പ്രസ്ഥാനം ഇദ്ദേഹം തുടങ്ങുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കും എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വെറും കൈയോടെ പോകാൻ പാടില്ല. അദ്ദേഹത്തിന് ഒരു സഹായമായിട്ടും അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായിട്ടും ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരു പരിശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് വേണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇത്രയൊക്കെ ഒരു ഇതുള്ള ആളാണെങ്കിൽ അവർ സാധനം വാങ്ങും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരാൾ ഒരു 1000 രൂപയ്ക്കുള്ള സാധനം വാങ്ങിയാൽ തന്നെ ഒരു 8000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിലാവും. ഇനി അതുമില്ല, ഒരു 500 രൂപയുടെ വാങ്ങിയില്ലോ എന്ന് വെച്ചാൽ പോലും 4000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സെയിലാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗ് വെച്ച വ്യക്തിയെ സംബന്ധിച്ച് അവർ ഭയങ്കര ഹാപ്പി ആവും. കാരണം എന്താ, 2 ജോയിനിങ്ങും വന്നു, സാധനം വിറ്റുപോയി. ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച 2 ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അവർ നോക്കുമ്പോൾ എന്താ, പ്രൊഡക്റ്റ് സെയിൽ നടക്കുന്നുണ്ട്, അയാൾക്ക് വലിയ കുഴപ്പമില്ലാത്ത കച്ചവടം കിട്ടി. അപ്പൊ ഇവർക്ക് തോന്നുന്ന എന്റെ വീട്ടിലും വെക്കാം. അപ്പൊ ആരാണോ ഹോം മീറ്റിംഗ് വെച്ചത് അവരോട് ഈ 2 പേരും ഒന്ന് ചോദിക്കുക, അല്ല നമ്മുടെ വീട്ടിൽ ഇത് വെച്ചാൽ കൊള്ളാന്നുണ്ട്. ഓ അതിനെന്താ, ഞാൻ നാളെ ലീഡറിനെ കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അങ്ങനെ അവരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ വീട്ടിൽ നമ്മൾ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നു. ഒരു 10 പേര് വരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 പേര് ജോയിൻ ചെയ്യാൻ റെഡി ആവുന്നു, ബാക്കി 8 പേര് സാധനം എടുക്കുന്നു. ആ 2 പേർക്ക് തോന്നുന്നു ഇത് കൊള്ളാൻ പരിപാടി. അവര് വീണ്ടും ഇയാളോട് ചോദിക്കും, അയാളുടെ ലീഡറിനെ വിളിച്ചു പോകും. ഇതാണ് ഡെപ്ത് ഡ്രൈവ്. ഹോം മീറ്റിംഗിന്റെ ഒരു മാജിക് ഇവിടെയാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ 2 കാര്യങ്ങൾ നടക്കുക. ഒന്ന്, പ്രൊഡക്റ്റ് സെയിലും നടക്കും, അതേപോലെ തന്നെ പ്ലാൻ പ്രസന്റേഷനും നടക്കും, ജോയിനിങ്ങും വരും. നമ്മൾ ഏറ്റവും കൂടുതൽ ഹോം മീറ്റിംഗ് ഫോക്കസ് ചെയ്യണമെന്ന് പറയേണ്ട പ്രധാന കാരണം ഈ പറഞ്ഞ ഡെപ്ത് ഡ്രൈവാണ്. കാരണം നമ്മൾ വിളിച്ചാൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാളും നമ്മളും തമ്മിലെ ബന്ധം നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മീറ്റിംഗിലും പറയേണ്ട ഒരു കാര്യം ഇതാണ്. അത് ക്ലോസ് ചെയ്യുന്നേക്കാളും മുന്നേ പറയേണ്ട കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു, നല്ല കാര്യം. അതിന്റെ അർത്ഥം നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ലതാണ്. അങ്ങനെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായിട്ട്, ഒരു സഹായമായിട്ട് ഈ കാണുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും ഒരു ഹെൽപ്പായിരിക്കും, നിങ്ങൾക്കും ഫ്യൂച്ചറിൽ ഒരു ഹെൽപ്പായിരിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവിടെ ഫിലിപ്പ് ആറൻ സാർ ഉണ്ട്, അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ ഫിലിപ്പ് സാറിനോട് ചെന്ന് ചോദിക്കണം, സാർ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് സാർ പറയില്ല ഞാൻ സഹായിക്കില്ല എന്നുള്ളത്, അല്ലേ? കാരണം എന്താ, ഒരാളോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നും, എന്റെ ഒരു ആവശ്യം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അവർ സഹായിക്കാൻ റെഡിയാവും. അപ്പൊ നമ്മൾ എന്ത് പറയണം, ഈ ഒരു മീറ്റിംഗിൽ വന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ഒരു സെഷൻ കേട്ട് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു കൈത്താങ്ങ് കൊടുക്കുക, ഒരു ബ്ലെസ്സിങ് ആയിട്ട് കൊടുക്കുക, ഒരു സഹായം എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് വാങ്ങുക. ഇത് പറഞ്ഞ ആൾക്കാർ വാങ്ങിക്കും. അപ്പൊ ഹോം മീറ്റിംഗിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയുന്നു നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കി ശരിയായിട്ട് പ്രൊമോട്ട് ചെയ്യണം. സോ അതാണ് ഡെപ്ത് ഡ്രൈവ്. കാരണം ഇവിടെ ഒരു അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ നടക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 3 ഫേസുകളും, അതായത് നമ്മൾ തുടങ്ങുന്നത് ഒരു ലേണിംഗ് ഫേസ് ആണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്പീഡപ്പ് ഫേസ് ആണ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് ഫേസ് ആണ്. ഈ 3 ഫേസുകളിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ നമ്മൾ നേരിടും. ഇതിനെങ്ങനെ തരണം ചെയ്യുന്നത് പഠിച്ചാലേ ഈ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ എക്സ്പീരിയൻസ്ഡ് വെൻ യു ആർ ഐദർ ഓൺ ദ സ്റ്റാർട്ടപ്പ് ഫേസ് ഓർ ഓൺ ദ സ്പീഡപ്പ് ഫേസ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും ഒന്നില്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാരനായി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പീഡപ്പ് ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ചോദ്യങ്ങളാണ്. എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് സേ, ആൾക്കാർ എന്ത് പറയും?
ഞാൻ ഇത് ചെയ്ത എങ്ങനെ ആൾക്കാർ എന്ത് പറയും? ഞാനൊരു എയർഫോഴ്സ് ജീവനക്കാരനാണ്, ഞാൻ ഈ എയർഫോഴ്സിന് വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് ഇത് ചെയ്താൽ എന്ത് പറയും? ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഇത് സ്കൂളുകളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ആൾക്കാർ പറയാനുള്ളത് പറയും. പീപ്പിൾ വിൽ ഓൾവേസ് സേ വെദർ യു ഡു എനിത്തിങ് ഓർ നോട്ട്. നിങ്ങൾ ചെയ്താലില്ലെങ്കിൽ ആൾക്കാർ പറയും. അത് മനുഷ്യരുടെ നേച്ചറാണ് അല്ലെ? കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. നമ്മൾ പറയാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അങ്ങനെ പറയാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യത്തെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് അറിവില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അവൻ അങ്ങനെ തന്നെയാ, നമുക്കറിയില്ല. പക്ഷെ എന്താ, ആ ഒരു കോൺവെർസേഷൻ ഒരു ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് അതുവരെ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയും എനിക്ക് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുനിന്ന് ഒരാളെ പോലീസ് പിടിച്ചു, അതുവരെ നമുക്ക് അയാൾ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആളെ പിടിക്കുന്ന നമ്മൾ പറയും എനിക്ക് പണ്ടേ അറിയായിരുന്നു ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാന്നുള്ളത്. കാരണം ആൾക്കാരുടെ ഒരു 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 ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നുള്ളതാണ്, എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറയാന്നുള്ളത്. അപ്പോൾ അവരുടെ ജോലി അവർ ചെയ്തോളും, നമ്മുടെ ജോലി നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പീപ്പിൾ വിൽ ഓൾവേസ് ഫൈൻഡ് സംതിങ് ഓർ അതർ ടു സേ. നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി അവർ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും റെഡിയാക്കി വെക്കും. നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് ടു സേ, ഇനി അവർക്കൊന്നും പറയാനില്ലെങ്കിൽ പോലും എന്തെങ്കിലും അവരുണ്ടാക്കിയെടുക്കും. ലിവ് എ ലൈഫ് ദാറ്റ് ഇംപ്രസസ് യു, നോട്ട് അതേഴ്സ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കണം, മറ്റൊരാൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കാരണം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ ബിസിനസ് എന്തിനാണ് വന്നത്, നമുക്ക് ഈ ബിസിനസ് കൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കണ്ടോ. ഈ ബിസിനസിനെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു ജോലി എടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഈ ബിസിനസിനെ പറ്റി അറിയാത്ത ആൾക്കാർ. വൺസ് അവർ അറിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇതിലേക്ക് വരും. പക്ഷെ അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. സോ വാട്ട് പീപ്പിൾ വിൽ സേ എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ വചനങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചോളൂ. പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ജഡ്ജ് യു വിത്തൗട്ട് നോയിങ് ഹൂ യു റിയലി ആർ. അതായത് ആൾക്കാർക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ, നിങ്ങൾ ആരാന്ന് പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. പക്ഷെ അതേ അവകാശം തന്നെ അവർ എന്ത് തീരുമാനം എടുത്താലും ഞാനത് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുവരാനും നിങ്ങൾക്കുണ്ട്. പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ജഡ്ജ് യു വിത്തൗട്ട് നോയിങ് ഹൂ യു റിയലി ആർ. നിങ്ങൾ ആരാന്ന് തിരിച്ചറിയാതെ അവർ നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു തോട്ട് അവരുടെ മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുള്ള അവകാശം അവർക്ക് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ അവർ എന്ത് തോട്ട് വെച്ചാലും അത് എന്നെ ബാധിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള അവകാശവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു, പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി നമ്മൾ അവിടെ കാണിക്കണം. ആരെന്ത് പറഞ്ഞാലും അത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ട് എല്ലാം കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു ശരിയുണ്ട്. ആ ശരി നമ്മൾ എത്തിക്സോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാര് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെ വകവയ്ക്കില്ല. സോ പീപ്പിൾ വിൽ ഓൾവേസ് സേ, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ബിസിനസ്സിൽ വളരണമെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവിനെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ലഗേജ് ഉണ്ട്. ആ ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ പറയില്ല ഈ ലഗേജ് കൊണ്ട് കയറാൻ പറ്റില്ലെന്ന് കണ്ടക്ടർ പറയില്ല, അല്ലെങ്കിൽ അയാൾ തൂക്കി നോക്കില്ല. നിങ്ങളൊരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ അവിടുത്തെ TT വന്നിട്ട് ലഗേജിന്റെ വെയിറ്റ് തൂക്കി നോക്കില്ല. നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറുകയാണെങ്കിൽ അയാൾ വന്നിട്ട് നിങ്ങളുടെ ലഗേജ് തൂക്കി നോക്കില്ല. പക്ഷേ നിങ്ങളൊരു പ്ലെയിനിൽ കയറുമ്പോൾ അവർ തൂക്കി നോക്കും. കാരണം പറക്കണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഡ്രോപ്പ് ദ ബാഗേജ്. അങ്ങനെ ഉപേക്ഷിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് വാട്ട് പീപ്പിൾ സേ. നിങ്ങളെ വെയ് ഡൗൺ ചെയ്യുന്ന, അതായത് നിങ്ങളെ പിടിച്ച് താത്തുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് വിമാനത്തിൽ അവർ പറയുന്നത് ഇത്ര ലഗേജ് കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം എന്താണോ കൊണ്ടുപോകേണ്ടത് അത് കൊണ്ടുപോയാൽ മതി. കാരണം എന്താ, നമ്മൾ പറക്കുക. ആർട്സ് ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്നത് പറക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ എന്താണോ പറക്കാൻ വേണ്ടത് അത് മാത്രം കയ്യിലുണ്ടായാൽ മതി. നമ്മുടെ ടൂൾസ് മാത്രം കയ്യിലുണ്ടായാൽ മതി, നമ്മുടെ ലീഡേഴ്സ് മാത്രം കയ്യിലുണ്ടായാൽ മതി, നമ്മുടെ പ്രൊഡക്റ്റുകൾ മാത്രം കയ്യിലുണ്ടായാൽ മതി, ശുഭാപ്തി വിശ്വാസം മാത്രം കയ്യിലുണ്ടായാൽ മതി. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണ്ട. അതുകൊണ്ടാണ് ഡ്രോപ്പ് ദ ബാഗേജ് എന്ന് ഞാൻ പറയുന്നത്. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുക. രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ഇഫ് ഐ ഫെയിൽ. ഞാൻ പരാജയപ്പെട്ടാലോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പൊ നമ്മൾ വിജയിച്ചിരിക്കുകയാണല്ലോ, ഇതിനു മുന്നേ നമ്മൾ അതിഗംഭീരമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്ന ആൾക്കാരായിരുന്നോ? അല്ല. ജീവിതത്തിൽ പല സമയങ്ങളിലും നമ്മൾ തോറ്റിട്ടുണ്ട് അല്ലെ, പല പ്രതീക്ഷകളും നമ്മൾ ഇല്ലാതെ ആയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഈ 30, 40, 45 കൊല്ലം നമ്മൾ ഇവിടെ വരെ വണ്ടി ഓടിച്ചെത്തിയില്ലേ? എത്ര പേര് അതിന് മുന്നിൽ ജീവിതം എന്താ പറയാ ഇതാക്കി പോകുന്നു, ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നു. നമ്മൾ ഇത്രയും സ്ട്രഗിൾ ആയിട്ടും നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നമുക്കിതൊക്കെ ഒരു പ്രശ്നമാണോ? നമുക്ക് പരാജയങ്ങളൊക്കെ ഒരു പ്രശ്നമാണോ? വാട്ട് ഇഫ് ഐ ഫെയിൽ എന്ന് ചോദിക്കുന്ന ആൾക്കൂടെ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. അതിന്റെ അർത്ഥം ഇതുവരെ നിങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നോ? അല്ല. പക്ഷെ എന്നിട്ടും വണ്ടി ഓടിയില്ലേ? പിന്നെ ഇതിൽ കൂടി ഒന്ന് യാത്ര ചെയ്യുന്നതിൽ എന്താ പ്രശ്നം?
ഈ ബസ്സിലും കൂടി ഒന്ന് കയറുന്നില്ല, എന്താ പ്രശ്നം? ആർ യു ലിവിങ് എ ലൈഫ് ആസ് യു പ്ലീസ്ഡ് ആൻഡ് ഡ്രീംഡ് അബൌട്ട്? നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമായിരുന്നോ? അല്ല. ദെൻ വാട്ട് ഈസ് റോങ് വിത്ത് ഡൂയിങ് ആർട്സിയം? പല ആൾക്കാരും എന്നോട് പറയാനുള്ള കാര്യം, സാറേ ഞാൻ ഇപ്പൊ ഇതിൽ വന്നു, ഞാൻ ഇതിൽ വിജയിച്ചില്ലെങ്കിലോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കാറല്ലോ, നിങ്ങൾ ഇപ്പൊ വിജയിച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ല. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇതും കൂടി ട്രൈ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? ആർ യു ഏബിൾ ടു മീറ്റ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഫാമിലി? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ഇപ്പൊ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല. പിന്നെന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കുന്നതിൽ എന്താ പ്രശ്നം? കാരണം ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഞാനുണ്ട്, 24/7 നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി ഞാനുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. then what is the problem? ഇവിടെ നിങ്ങൾ ഫെയിൽ ആവില്ല. കാരണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മിനിമം അറ്റ് ദ മോസ്റ്റ് കമ്പനി തരാനുള്ള 4% ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് അവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ആർക്ക് വേണമെങ്കിലും കിട്ടും. അതിനൊരു ക്വാളിഫിക്കേഷനും വേണ്ട, സ്കില്ലും വേണ്ട. നിങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്രം മേടിച്ചാൽ മതി. അത് ഈ കമ്പനി കൊടുക്കും. 4% കമ്പനി 45% കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പരാജയമാവുന്നത്? ദിസ് ഇസ് എ ഫെയിലിയർ പ്രൂഫ് ബിസിനസ്. ഇതൊരു ഫെയിലിയർ പ്രൂഫ് ബിസിനസ് ആണ്. ദ വേർസ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു യു ഇസ് യു എൻഡ് അപ്പ് ആസ് എ കസ്റ്റമർ ആൻഡ് ഗെറ്റ് ഫ്രീ പ്രൊഡക്റ്റ്. ദ വേർസ്റ്റ്, ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും വേർസ്റ്റ് പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളൊരു കസ്റ്റമർ ആയിട്ട് നിലനിൽക്കും, നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും ഫെയിലിയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് വേറെ ഏതാണുള്ളത്? സോ നിങ്ങളോട് ആൾക്കാർ ചോദിക്കാണ്, ഞാൻ ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള ആൾക്കാരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞു തന്നെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് പീപ്പിൾ ടു ജോയിൻ? അല്ല, ഞാനിപ്പോ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക്, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇഫ് എ നോർമൽ ഡസ്റ്റി റോക്ക് ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് വേ ടു ബിക്കം എ സ്റ്റാച്യു ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് ഒരു സാധാരണ ഒരു കല്ല്, ആ കല്ലിനെ ഇന്ന് നമുക്കൊരു വിഗ്രഹമായിട്ട് പൂജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉപദ്രവിച്ചുകൊണ്ട്, മറ്റൊരാളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, മറ്റൊരാളുടെ ജീവിതത്തിൽ ദുഃഖം സംഭവിച്ചുകൊണ്ട് ഒരു ടെററിസ്റ്റ് ആവാനുള്ള മോട്ടിവേഷൻ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, RCM പോലത്തെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാനാണോ നമുക്ക് പറ്റാത്തത്? ഇഫ് പീപ്പിൾ ക്യാൻ കൺവിൻസ് പീപ്പിൾ ടു ജോയിൻ എ കമ്പനി വിത്ത് നോ പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റും ഇല്ല, ഒരു സിസ്റ്റവും ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കമ്പനികളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർക്കാൻ ആൾക്കാർ റെഡിയാ, എന്നിട്ട് ആൾക്കാർ ജോയിൻ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കാണോ ഈ ബിസിനസ്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റാത്തത്? ഇന്ത്യയിലെ 24 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള 5 കമ്പനികളുണ്ടോ? അതിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഒരേ ഒരു കമ്പനി RCM. ആ കമ്പനിക്ക് 18ഓളം സെഗ്മെന്റുകളിൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ തൊട്ട് വീടിനടിക്കാനുള്ള പെയിന്റ് വരെ ഉണ്ട്. ഇത്രയും പ്രൊഡക്റ്റ് റേഞ്ചും ഇത്രയും പാരമ്പര്യവും ഇത്രയും സിസ്റ്റം ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാനാണോ പാട്? നിങ്ങൾ ആലോചിച്ച്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വരെ അയാളുടെ കൂടെ പോകാൻ 4 പേരുണ്ടാവും, അയാളെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂടെ ഒരു 2 പേരെങ്കിലും വരില്ലേ? ഇത് ചോദിക്കണം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സമൂഹത്തിലില്ലേ? നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന ആൾക്കാർ 2 പേരുണ്ടാവില്ലേ? അതുണ്ടാവും. അവരോട് പറഞ്ഞാൽ മതി, അവർ ബാക്കിയുള്ളവരോട് പറഞ്ഞോളൂ. അപ്പോ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കണ്ടേ? ഈ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുക. അവർ ഓട്ടോമാറ്റിക്കലി എന്താവും? കൺവിൻസ് ആവും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈസ് വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് പീപ്പിൾ ടു ജോയിൻ? അടുത്തതാണ് ഓൾ പീപ്പിൾ ഡു നോട്ട് ജോയിൻ, ഓൾ ഡോണ്ട് യൂസ് പ്രൊഡക്റ്റ്. പല ആൾക്കാരും പറയുന്ന കാര്യമാണ്, തുടക്ക സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യമാണ്, സാറേ എല്ലാവരും ഒന്നും ജോയിൻ ചെയ്യുന്നില്ല, എല്ലാവരും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് വന്നാൽ, ഇപ്പോ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോ നമ്മുടെ ആരുള്ള സുരേന്ദ്രനാഥ് സാർ ഉണ്ട്. സുരേന്ദ്രനാഥ് സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, സാറ് പറയുന്ന എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഏകദേശം 700ഓളം ആൾക്കാര് നിങ്ങൾ പറയുന്ന ഓരോ വ്യക്തികളും RCMലേക്ക് വന്നു കഴിഞ്ഞാൽ 30ാമത്തെ ദിവസം ഇന്ത്യയിൽ RCM പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 700 പേരും RCM പറഞ്ഞ ഓരോ ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിദേശത്തേക്ക് ഈ ബിസിനസ്സിനെ പോകേണ്ട കാര്യങ്ങൾ കമ്പനി ചിന്തിക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പൊ എല്ലാവരും ഒന്നും വരില്ല. കാരണം എന്താ? നമുക്ക് ബസ് ഓടിക്കാൻ ആള് വേണം, നമുക്ക് ട്രെയിൻ ഓടിക്കാൻ ആള് വേണം, നമുക്ക് പ്ലെയിൻ ഓടിക്കാൻ ആള് വേണം, നമ്മുടെ ബൾബ് ശരിയാക്കാൻ ആള് വേണം, പ്ലംബേഴ്സ് വേണം, ഇതൊക്കെ വേണം അല്ലേ? അതും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരും ഒന്നും RCMലേക്ക് വരില്ല. ഡോണ്ട് വി നീഡ് പീപ്പിൾ ടു യൂസ് ഫ്രം ട്രഡീഷണൽ മാർക്കറ്റിംഗ് സോ ദാറ്റ് വി ക്യാൻ കമ്പയർ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ്, സാറേ എല്ലാവരും ഒന്നും പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിയ പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെ പറയും? ഇത് ട്രഡീഷണൽ മാർക്കറ്റ് ആണ്, ഇത് ഡയറക്ട് മാർക്കറ്റിംഗ് ആണെന്നുള്ള മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ എങ്ങനെ പറയും? അത് പറയണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ വേണ്ടേ? സന്തൂർ ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിലല്ല സെൻസേഷൻ ഉപയോഗിക്കുന്ന ആളുടെ പ്രാധാന്യം പറയാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരാളുണ്ടെങ്കിലല്ല തവിടെണ്ണ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോ കമ്പാരിസൺ നമുക്ക് വേണം.
അതിനെന്ത് വേണം? ആൾക്കാർ വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. കുറച്ച് ആൾക്കാരെ നമ്മൾ ബാക്കി വെക്കണം. എന്നാലാണ് ഈ മാർക്കറ്റിംഗ് പ്ലാൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡയറക്ട് മാർക്കറ്റിംഗും പറയാൻ നമുക്ക് ആൾക്കാർ വേണം. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ട്രെയിൻ, ബസ്, കാറ്, ഇതൊക്കെ ആൾക്കാർ വേണം. ജോലി കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വേണം. കാരണം അപ്പോഴാണ് ജോലി ആർട്സിന് മേലെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വരില്ല, ഡോണ്ട് വറി, എല്ലാവരും വരില്ല. പക്ഷെ ചില ആൾക്കാർ വരും. അവര് വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമ്മൾ പറയില്ലേ ലൈഫ് ജിങ്കലാല എന്നുള്ളത്, വരേണ്ടവരെ വരൂ. കുറച്ച് സമയം എടുത്താലും വരേണ്ടവരെ വരൂ. ദിസ് ബിസിനസ് ഈസ് നോട്ട് ഫോർ ഓൾ, ബട്ട് ഓൾ ക്യാൻ ഡു ദിസ് ബിസിനസ്. എല്ലാവർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാവർക്കുള്ള ബിസിനസ് അല്ല ആർസിഎം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാർ പ്രൊഡക്റ്റ് മേടിക്കുന്നില്ല, ഡോണ്ട് വറി, ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും വരില്ല, എല്ലാവരും വാങ്ങില്ല, പക്ഷേ വരും. അങ്ങനെ വന്നുകൊണ്ടാണല്ലോ 700 പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. പീപ്പിൾ സേ എക്സ്ക്യൂസസ് ലൈക്ക് ഡോണ്ട് ഹാവ് മണി, ടൈം, ഹൗ ക്യാൻ ഐ ജോയിൻ ദം. പല ആൾക്കാരും പറയാറുണ്ട്, സാറേ എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ എന്താ പറയാ ഇതില്ല, സമയമില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത്, ഇവർ നിങ്ങളോട് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇവർ നിങ്ങളോട് പറയുന്നത് ഇവർക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതാണ് പറയുന്നത്. ആൾക്കാർ നിങ്ങളോട് പറയാണ്, സാറേ എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലും കാശില്ല, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ബിസിനസ് ചെയ്യാം. അത്രേ പറയണ്ടോ? നിങ്ങളോട് ഒരാൾ പറയണ, സാർ ഇത് ചെയ്യാൻ എന്റെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞു, ഡോണ്ട് വറി, എന്റെ കയ്യിലും ഇല്ല, നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാം. സജീവ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനർജി പ്ലസ് എനർജി ഈക്വൽ ടു സിനർജി. അതായത് എനിക്കൊരു 10 കിലോ പൊക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു 10 കിലോ പൊക്കാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 20 അല്ല 25 കിലോ പൊക്കാൻ പറ്റും. ഇതേ കാര്യം തന്നെയാണ് ആളോട് പറയണ്ടേ. നിങ്ങളുടെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിലും ഇല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ നോട്ട് എക്സ്ക്യൂസസ്. ഇവർ പറയുന്നത് എക്സ്ക്യൂസ് അല്ല, ദേ ആർ ഗിവിംഗ് യു ദർ റീസൺ ടു ജോയിൻ ദ ബിസിനസ്. നിങ്ങളോട് അവരുടെ റീസൺ പറയാണ് ഈ ബിസിനസ് എന്തുകൊണ്ട് ജോയിൻ ചെയ്യണമെന്ന്. സമയമില്ലാത്ത ആൾക്ക് ടൈം ഫ്രീഡം കൊടുക്കാണ് ആർസിഎം ചെയ്യുന്നത്. കാശില്ലാത്ത ആൾക്ക് വെൽത്ത് കൊടുക്കാണ് ആർസിഎം ചെയ്യുന്നത്. അപ്പൊ അവര് നിങ്ങളോട് പറയാണ്, ഐ ഡോണ്ട് ഹാവ് മണി എന്ന് വെച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി, എന്റെ കയ്യിലില്ല, പക്ഷെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ഒരു വണ്ടർഫുൾ സിസ്റ്റത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഹാവ് ടൈം, എന്റെ കയ്യിൽ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. സാറിന് സമയമില്ല എന്ന് പറഞ്ഞു, ജോലി തിരക്കാണ്, വീട്ടുകാരോടൊപ്പം ഒരു വെക്കേഷൻ എടുക്കാൻ പറ്റുന്നില്ല, വേണ്ട രീതിയിൽ വീട്ടുകാരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയം ടൈം ഫ്രീഡമിലൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിനുള്ള ഒരു ബിസിനസ് പ്ലാൻ എന്റെ കയ്യിലുള്ളത്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, ആരും വേണ്ടെന്ന് പറയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ എക്സ്ക്യൂസ് അല്ല പറയുന്നത്. അവരെന്താ പറയുന്നതെന്ന് അറിയോ? അവസരങ്ങൾ. നിങ്ങൾക്ക് അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബെറ്റർ റീസൺ ആണ് അവർ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് കൗണ്ടറാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സക്സസ് റേഷ്യോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. പീപ്പിൾ ഡോണ്ട് കം ടു മീറ്റിംഗ്. ഞാൻ വിളിച്ചിട്ട് ആൾക്കാർ മീറ്റിങ്ങിന് വരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ വീട്ടില് മുറ്റത്ത് വളരെ കുറച്ച് സ്ഥലമുള്ളൂ, ഞാൻ മീറ്റിംഗിലേക്ക് വിളിച്ച ആൾക്കാർ 50-60 പേരാ. എല്ലാവരും വന്ന് അവിടെ ഇരിക്കാൻ പറ്റുമോ? മോഹൻദാസ് സാറേ, എല്ലാവരും വന്ന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, സ്ഥലം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ആൾക്കാർ വരാത്തത് നല്ല കാര്യമാണ്. കാരണം ഞാനൊരു ഹോൾ എടുത്തു, 300 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും കൂടി ചേർന്ന് 600 പേരെ വിളിച്ചു. ഈ 600 പേര് വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാവരും ഒന്നും വരില്ല. ഓൾവേസ് റിമെമ്പർ ദിസ് റേഷ്യോ, 4:4:4. ഈ റേഷ്യോ നിങ്ങൾ ഓർത്ത് വെക്കുക, 4:4:4. യു കോൾ 4 people, only 1 will come. നിങ്ങൾ 4 പേരെ വിളിച്ചാൽ ഒരാളെ വരും. 4 പേര് വന്നാൽ ഒരാളെ ജോയിൻ ആവും. 4 പേര് ജോയിൻ ചെയ്താൽ ഒരാളെ വർക്ക് ചെയ്യും. ഈ റേഷ്യോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ റേഷ്യോ, ഇറ്റ് ഈസ് 4:4:4. നിങ്ങൾ വിളിച്ച ആൾക്കാർ മീറ്റിംഗിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, എല്ലാവരും കൂടി വന്നുകൂടി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്മനസ്സുള്ള കുറച്ച് പേരെന്ത് വിചാരിച്ചു, എന്നെക്കാളും അത്യാവശ്യമുള്ള ആൾക്കാർ വന്നോട്ടെ, അത്ര വിചാരിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങളൊരു 30-40 പേരോട് പറഞ്ഞിട്ടുണ്ടാവും, 12 പേരെ വന്നുള്ളൂ, നോ പ്രോബ്ലം. ആ വന്നവരിൽ നിങ്ങൾ ഡയമണ്ട് ആക്കാനുള്ള ഒരാളുണ്ടാവും. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് എവരി വൺ യു കോൾ കം ടു മീറ്റിംഗ്, ദർ വോണ്ട് ബി എനഫ് പ്ലേസ് ടു അക്കോമഡേറ്റ് ദം. അത് ഓർത്താൽ മതി. ഞാൻ അത് ഓർക്കാറ്. വലിയ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഷോർട്ട് ആവാറുണ്ട്. ഞാൻ വിചാരിക്കേണ്ട എല്ലാവരും കൂടി വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ലോ, ഇപ്പൊ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഓൾവേസ് റിമെമ്പർ ദിസ് റേഷ്യോ, 4:4:4. നിങ്ങൾ 4 പേരെ വിളിച്ചാൽ ഒരാളെ വരൂ, 4 പേര് വന്നാൽ ഒരാളെ ജോയിൻ ആവൂ, 4 പേര് ജോയിൻ ചെയ്താൽ ഒരാളെ വർക്ക് ചെയ്യും. ഈ റേഷ്യോ നിങ്ങൾ എപ്പോഴും ആലോചിച്ചാൽ മതി. പക്ഷെ ആ ഒരാളുടെ വർക്കായിരിക്കും നിങ്ങൾ അടുത്ത തലത്തിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോവാ. ഇനി ചില ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം, ഈ കമ്പനി
നിലനിന്ന് പോകുന്നോ, ഈ കമ്പനി എന്താ പറയാ വിജയിക്കുന്നോ, അല്ലെങ്കിൽ ഈ കമ്പനി എന്നും ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് സ്വന്തം വീട് വിട്ട് പോവുക? മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ നിക്കക്കള്ളില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് വീട് വിട്ടു പോകുന്ന ആൾക്കാർ, നാട് വിട്ടു പോകുന്ന ആൾക്കാർ. അല്ലാതെ അധ്വാനിച്ച് ഒരു വീട് പണിത് അന്തസ്സായിട്ട് വരുമാനം നേടുന്ന ഒരാളും വീട് വിട്ടു പോവില്ല. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് സെൽഫ് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്റെ കാശ് കൊണ്ടോ ഗഫൂർ സാറിന്റെ കാശ് കൊണ്ടോ സുരേന്ദ്ര സാറിന്റെ കാശ് കൊണ്ടോ ജീവിക്കുന്ന ഒരു കമ്പനി അല്ല. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്, ഡിപ്പോകളുണ്ട്, കടകളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫാക്ടറികളുണ്ട്. ഇതൊക്കെ കമ്പനി സെൽഫ് ഇൻവെസ്റ്റഡ് ആണ്. നമ്മുടെ കാശ് കൊണ്ടല്ല ഈ കമ്പനി ഇതൊക്കെ പണിതെക്കണേ. കമ്പനിക്ക് ഓൾറെഡി ഫണ്ട് ഉണ്ട്, അവര് സെൽഫ് ഇൻവെസ്റ്റ് ചെയ്തതാ. സെൽഫ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി എങ്ങനെയെങ്കിലും ഓടിപ്പോയ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? RCM ഈസ് 100% സെൽഫ് ഫണ്ടഡ് കമ്പനി. ഫ്രം ഇൻഫ്രാസ്ട്രക്ചർ ടു ULP പ്രോഗ്രാം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ULP പ്രോഗ്രാം വരെ ഈ കമ്പനി ഫണ്ട് ചെയ്യുന്നതാ. അങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്തിനാ ഓടിപ്പോകുന്നത്? വൈ വുഡ് എ സെൽഫ് റിലയന്റ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി റൺ ഓഫ്? ഇത്രയും കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കമ്പനി എങ്ങോട്ട് ഓടിപ്പോവുക? നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇത് കോമൺ സെൻസാ അല്ലെ? ഞാൻ വീണ്ടും പറയുന്ന, ആരാണ് ഓടിപ്പോകുന്നത് നാട്ടിൽ നിന്ന്? കടം മേടിച്ച് അല്ലെ? പല കമ്പനികളും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് 100 മേടിക്കും, ഇവിടുന്ന് 100 മേടിക്കും, അവിടുന്ന് 10 മേടിക്കും, മേടിച്ച്. കാരണം എന്താ? ഇവരുടെ സ്വന്തമായിട്ട് എടുക്കാനൊന്നുമില്ല. അങ്ങനെ മേടിച്ച് ഓടുന്ന കമ്പനികളാണ് ഇന്ന് കൂടുതലും. അവിടെയാണ് കഴിഞ്ഞ 24 കൊല്ലമായിട്ട് സെൽഫ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമാവാൻ നമുക്ക് പറ്റുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു രോമാഞ്ചം ഫീൽ ചെയ്യണം. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ഈ കമ്പനി ഓടിപ്പോയ എന്ത് ചെയ്യും? അവരോട് തിരിച്ചു ചോദിക്കുക, ആരാണ് ശരിക്കും സാറേ ഓടിപ്പോകുന്നത്? സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി ഒരു വീട് വെക്കുന്ന ആളാണോ ഓടിപ്പോവുക? അത് കടം മേടിച്ച് ജീവിക്കുന്ന ആളാണോ ഓടിപ്പോവുക? ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതി. ആൻഡ് വി ആർ പാർട്ട് ഓഫ് എ വണ്ടർഫുൾ കമ്പനി. ഡോണ്ട് യു ഡെയർ ടു ഫോർഗെറ്റ് ദാറ്റ്. ആൻഡ് ക്വസ്റ്റ്യൻ 8, പ്രൊഡക്റ്റ് ഈസ് കോസ്റ്റ്ലി. പ്രൊഡക്റ്റ് ഈസ് കോസ്റ്റ്ലി. ഇത് ഭയങ്കര വിലയാണ്, ന്യൂട്രി ചാർജ് ഒക്കെ ഭയങ്കര വിലയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്. വി ആർ നോട്ട് ബൈയിങ് ദ പ്രൊഡക്റ്റ്, വി ആർ ബൈയിങ് ദ ബെനിഫിറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്, ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് വാങ്ങുന്നത്. ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഞാൻ ന്യൂട്രി ചാർജിന്റെ കിറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ PV ബേസ്ഡ് ആയിട്ടുള്ള കമ്മീഷൻ കിട്ടും. ആ കിറ്റ്സ് ഞാൻ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ കൺസിസ്റ്റന്റ് ആയി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതിൽ ക്യാഷ് അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിത്ത് ഫ്രീ പ്രൊഡക്റ്റ്. എന്താണ് ബെനിഫിറ്റ് കിട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതുപോലെ സമാനമുള്ള ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ടു മാക്സിമം എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ആ MRP കൊടുത്തത് വാങ്ങാനുള്ള ഒരു അവസരം മാത്രം കിട്ടും. മാക്സിമം ടു മാക്സിമം അതിൽ മായം ചേർത്ത സബ്സ്റ്റൻസുകൾ കിട്ടും. ഇവിടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് കിട്ടുന്നു, വെൽ പാക്കേജ്ഡ് ആവുന്നു, അംഗീകൃതമായ ഉൽപ്പന്നങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റില് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത് PV ബേസ്ഡ് ആയിട്ടുള്ള കമ്മീഷൻ നമുക്ക് തരുന്നു. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 45% വരെ തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറയുന്നു, വി ആർ നോട്ട് ബൈയിങ് ദ പ്രൊഡക്ട്സ്. നമ്മൾ ഉൽപ്പന്നങ്ങളല്ല വാങ്ങുന്നത്, ഉൽപ്പന്നങ്ങളാൽ ജനറേറ്റ് ചെയ്യുന്ന കമ്മീഷനുള്ള അവസരമാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് മനസ്സിലാക്കി കൊടുക്കണം. പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കോസ്റ്റ്ലി അല്ല, കാരണം അവര് തരുന്ന അവസരങ്ങൾ വലുതാ. നമ്മുടെ ടീമില് ഒരാള്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഇന്റിമേറ്റ് വാഷ് വാങ്ങി, ആ ടീമിലുള്ള എല്ലാവർക്കും അദ്ദേഹം അതിനെപ്പറ്റി ഇതായിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു. അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് ഇന്റിമേറ്റ് വാഷ് വാങ്ങി. ഒരു 2000 പേരുണ്ട്. ഇന്റിമേറ്റ് വാഷ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര PV ജനറേറ്റ് ആവും, എത്ര കമ്മീഷൻ ആ ടീം ജനറേറ്റ് ചെയ്യും. സോ ഞാൻ വീണ്ടും പറയുന്നു, വി ആർ നോട്ട് ബൈയിങ് ദി പ്രൊഡക്റ്റ്, വി ആർ ബൈയിങ് ദി ബെനിഫിറ്റ് ഫ്രം ദ പ്രൊഡക്റ്റ്. അതിന് നമുക്കൊരു വില എടുക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ നിങ്ങൾ കണക്കൂട്ടി നോക്കിയാലും ആ പ്രൊഡക്റ്റിന് ആ ഒരു വില ന്യായമായിട്ടുള്ള ഒരു വിലയാണ്. കാരണം ഇത്രയധികം ബെനിഫിറ്റുകൾ അത് നമുക്ക് തരുന്നുണ്ട്, ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. സോ ഈ കാര്യം നമ്മൾ ആദ്യം തന്നെ മൈൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് 9ാമത്തെ ചോദ്യമാണ്, ഫാമിലി ഈസ് നോട്ട് സപ്പോർട്ടിങ്. സാർ, എന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു കടയിൽ ബൾബ് മേടിക്കാൻ പോവുകയാണ്. ഈ ബൾബ് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചേട്ടാ ആ ബൾബ് തരൂ എന്ന് പറഞ്ഞിട്ട് അത് പൊതിഞ്ഞെടുത്തോളൂ എന്ന് മാത്രമല്ല നമ്മൾ പറയാം. നമ്മൾ എന്ത് പറയും? ചേട്ടാ അതൊന്ന് കത്തിച്ച് കാണിക്കണം എന്ന് പറയും. ശരിയല്ലേ? ഏതൊരു സാധനം വാങ്ങുന്നതിനേക്കാളും മുന്നേ അത് പ്രവർത്തിക്കുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നേ വരെ കേൾക്കാത്തൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതാണോ, ഇതിൽ വരുമാനം കിട്ടുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബൾബ് കുത്തിയിട്ട് അതിൽ വെളിച്ചം വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന പോലെ തന്നെ നമുക്കിതിൽ പ്രവർത്തിച്ചിട്ട് വരുമാനം വരുന്നുണ്ട് എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവര് നമ്മുടെ കൂടെ നിൽക്കും.
അത്രേ ചെയ്യാനുള്ളൂ. സിമിലർലി യുവർ ഫാമിലി വിൽ കം വെൻ യു എൻഷുർ ദാറ്റ് യുവർ ബിസിനസ് ഈസ് വർക്കിംഗ്. നമ്മുടെ ബിസിനസ് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് ശരിയായിട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അവർക്ക് വിശ്വാസമായിട്ട് വരും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ലീഡർമാരുടെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷേ കൗണ്ടർ പാർട്സ് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വരാനുള്ള കാരണം എന്താ? അവർ വർക്ക് ജനറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇൻകം ജനറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു ത്രൂ ദെയർ അച്ചീവ്മെന്റ്സ്. അപ്പൊ നമ്മുടെ ടെസ്റ്റിംഗ് പീരീഡ് കുറച്ച് കൂട്ടിയാൽ മതി, നമ്മുടെ ടെസ്റ്റിങ്ങുകൾ കുറച്ച് കൂട്ടിയാൽ മതി, അവർ വരും. പ്രൊവൈഡഡ് ഇൻകം ജനറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. യു ഹാവ് ടു ടേക്ക് ദറ്റ് എക്സ്ട്രാ എഫേർട്ട് ടു ജനറേറ്റ് സക്സസ് ഓഫ് സച്ച് സ്കെയിൽ. അങ്ങനെ നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഇൻകം ജനറേറ്റ് ചെയ്ത് കാണിക്കണം. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് പോവുക. കാരണം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അന്നുള്ള അന്നം തരും. പക്ഷേ വേറൊരു സ്ഥലത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുക. യുവർ ലാൻഡ് വിൽ ഗിവ് യു ഫുഡ്, ബട്ട് ഔട്ട്സൈഡ് ലാൻഡ് വിൽ ഗിവ് യു ലൈഫ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യം അത്. നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്തോളൂ, ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷെ അത് നിങ്ങൾക്ക് അന്നേക്കുള്ള അന്ന തരുള്ളൂ. നിങ്ങൾക്ക് എന്നാണോ ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് തുടങ്ങുക, അന്നാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേന്ദ്ര ഭട്ട് സാറ്. അദ്ദേഹത്തിന്റെ സൈഡിൽ മാത്രമല്ല ബിസിനസ് ചെയ്തേ, അദ്ദേഹം എന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നോ അന്നാണ് അദ്ദേഹം ഡയമണ്ട് ആയത്. അപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് സക്സസ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10, വൈ ടു ഡു ഓൾ ദ വർക്ക്? ചില ആൾക്കാർ പറയും, സാറേ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ മീറ്റിംഗ് എടുക്കണം, ഞാൻ തന്നെ പ്രൊജക്ടർ കൊണ്ടുപോകണം, ഞാൻ തന്നെ ഹോം മീറ്റിംഗ് എടുക്കണം, ഞാൻ തന്നെ ആൾക്കാരെ പോയി കാണണം, ഞാൻ തന്നെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത് പല ആൾക്കാരും പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ സ്വപ്നം ശരിയല്ലേ? നമ്മൾ ഇതിലേക്ക് വന്നത് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാ. ആ സ്വപ്നത്തിന് ഓടാൻ വേണ്ടി നമ്മൾ റെഡിയാവണം. നമ്മുടെ കൂടെ ആളുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വപ്നം നമ്മുടെ ആണെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി ഓടാൻ നമ്മൾ റെഡി ആയിരിക്കണം. ആഫ്റ്റർ ഓൾ ഹൂസ് ഡ്രീം ഇറ്റ് ഈസ്? ആരുടെ സ്വപ്നമാണ്? എന്റെ സ്വപ്ന. എന്റെ സ്വപ്നത്തിന് ഞാൻ ഓടിയില്ലെങ്കിൽ വേറെ ആരോ ഓടുക? മേ ബി ഇപ്പൊ നിങ്ങൾ കുറച്ച് നാളും കൂടി ഒന്ന് ഒറ്റയ്ക്ക് ഓടേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഓട്ടം കണ്ടു വരുന്ന ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും വരും, അതിലൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കാരണം എന്താ? ഇത് സ്വപ്നം നിങ്ങളുടെയാണേ. നിങ്ങളുടെ സ്വപ്നത്തിന് നിങ്ങൾ തന്നെ ഓടാതെ വേറെ ആരും വിടുക? അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് റിഗറസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണം. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആങ്കർ, ദേഷ്യം, ഹാർട്ട് ബേൺ, ജലസി, ഈഗോ. നമുക്ക് മറ്റൊരാള് നമ്മളെക്കാളും നന്നായി പെർഫോം ചെയ്യേണ്ടെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഇത് ഈഗോ. ടയർഡ്നെസ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുക, ഒന്ന് തുടങ്ങും ഒന്ന് നിർത്തുക, ഒന്ന് തുടങ്ങും ഒന്ന് നിർത്തുക. അൺറിലേഷൻ, നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാതിരിക്കുക. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് എപ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്നോ അന്ന് നമ്മുടെ ബിസിനസ് 10 ഇരട്ടി സ്പീഡിൽ വളരും. ആരോടും ദേഷ്യം വേണ്ട. എല്ലാവർക്കും അവരുടേതായ ജീവിത ശൈലി ഉണ്ട്. അവർ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പെരുമാറിണ്ടാവുക. ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. ആരോടും ജലസി വേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ ജീവിതത്തിലാത്ത എന്തോരോ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ശരിയല്ലേ? നമ്മളത് നോക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അത് സ്ഥിരമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ അന്നത് നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നായിട്ട് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഇല്ലാതെയാവും. ഈഗോ, ആരും ആരെക്കാളും വലുതൊന്നല്ല. എല്ലാവർക്കും അവരുടേതായ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഒരു കഴിവുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മതി. എന്റെ കഴിവായിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന 700 പേരുടെ. ഈ 700 പേരുടെ കഴിവും എനിക്കുണ്ടാവില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ മതി. ടയർഡ്നെസ്, ഇടയ്ക്ക് നിർത്തിപ്പോരുത്. ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് അതിന്റെ അന്ത്യം കാണുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു സെഷൻ ആയിക്കോട്ടെ, ഒരു ടാർഗറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണോ അതുവരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിൽ നമുക്ക് നല്ല ബന്ധം ഏറ്റവും അത്യാവശ്യം. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക നമ്മളെ തിരുത്തുന്ന ആൾക്കാരോടായിരിക്കും. കാരണം എന്താ? എന്റെ അച്ഛനമ്മയോടായിരിക്കും എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്താ? എന്റെ 15ാമത്തെ തൊട്ട് 22, 24ാമത്തെ വയസ്സ് വരെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഉപദേശിക്കുന്നത് ഇവരായിരിക്കും. കാരണം എന്താ? ഞാൻ നന്നായി കാണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ആരോടായിരിക്കും? ഇവരോടായിരിക്കും. കാരണം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൻ വന്ന് എന്നെ ഉപദേശിക്കില്ല, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് എന്നെ ഉപദേശിക്കില്ല. അതുകൊണ്ട് എനിക്ക് അവരായിട്ട് നല്ല ബന്ധമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഒരാള് നല്ലതാവാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക. ആ ബന്ധത്തെ നമ്മൾ ഊട്ടി ഉറക്കുക. കൂടുതലായിട്ട് അതിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്പർ 11, ഓൾവേസ് വൺ ഓർ ദി അതർ പ്രോബ്ലം. എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ഒന്നില്ലെങ്കിൽ മറ്റേത്, ഒന്നില്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, യു വിൽ ഓൾവേസ് ഹാവ് പ്രോബ്ലംസ് വിത്ത് പീപ്പിൾ യു നോ. യു വിൽ ഓൾവേസ് ഹാവ് പ്രോബ്ലംസ് വിത്ത് പീപ്പിൾ യു നോ. അതായത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെ?
അറിയാത്ത ഒരാളായിട്ടും പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ ഇവിടുത്തെ ടെക്നിക്കൽ മീറ്റിൽ മൂർത്തി സാർ പറഞ്ഞൊരു കഥയുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അമ്മ നിങ്ങൾ ചോറ് കഴിക്കാത്തോണ്ട് നിങ്ങളെ ഒന്ന് തുറപ്പിച്ചു നോക്കി 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ കരയും. കാരണം എന്താ, അതുവരെ അമ്മ തക്കിടുമോനെ കുഞ്ഞുവാവേ ചോറുണ്ണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആള് പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. പക്ഷെ അതേ സമയത്ത് അയൽക്കാരൻ നമ്മളോട് പറയണം മോനെ ചോറുണ്ടാ പറഞ്ഞാൽ നീ പോടെ പട്ടി എന്ന് പറയും. ശരിയല്ലേ? കാരണം എന്താ, നമുക്ക് അടുപ്പുള്ളവിടുത്തെ പ്രശ്നം ഉണ്ടാവൂ അല്ലെ? വൈ പോണ ആളായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ, അയാൾ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, ഞാൻ അയാളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പുള്ള ആൾക്കാരായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് സ്നേഹം കൂടുതൽ കൊണ്ടാണ്, സ്നേഹക്കുറവ് കൊണ്ടല്ല. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കെയറും അദ്ദേഹം എന്റെ കാര്യത്തിൽ കൂടുതൽ കെയറും തരുന്നതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലെ? എന്റെ അച്ഛൻ എന്നെ ഉപദേശിക്കുന്നത് എന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്കണ്ഠയുള്ളതുകൊണ്ടാണ്. ഞാൻ അച്ഛന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്നേഹം മാത്രമേ ഉണ്ടാവൂ, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് സ്നേഹം കൂടുതൽ കൊണ്ടാണ്, സ്നേഹക്കുറവ് കൊണ്ടല്ല. യു വിൽ ഹാവ് പ്രോബ്ലംസ് ബിക്കോസ് ദേ ഹെൽപ്പ് യു ടു ഗ്രോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു സന്ദർഭമായിട്ടോ ഒരു സിറ്റുവേഷനോ ആയിട്ടോ വരും. അത് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് രസം ഉണ്ടാവുക? എപ്പോഴും സന്തോഷമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് സന്തോഷം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാത്ത അവസ്ഥ വരും അല്ലെ? എന്നും ഒരേ കാര്യങ്ങൾ നടക്കുന്നു, വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു താഴ്ചയിൽ നിന്ന് ഉയരുമ്പുണ്ടാവുന്ന ഒരു സന്തോഷം അത് ജീവിതത്തിൽ ഒന്നിനും ഉണ്ടാവില്ല അല്ലെ? ഒരു പരീക്ഷയിൽ തോറ്റ് ഒരു 3-4 വട്ടം എഴുതി വിജയിക്കുന്ന ഒരാളുടെ സന്തോഷം വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. 3-4 വട്ടം CA എഴുതിയിട്ട് പൊട്ടി പാളീസായിട്ട് 4ാമത്തെ ട്രയല് അതിൽ വിജയിക്കപ്പെട്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും. പക്ഷെ പ്രശ്നങ്ങളെ നമ്മൾ പ്രശ്നങ്ങളായിട്ട് കാണരുത്. അതിനെ നമ്മൾ എന്താണ്, അടുത്തൊരു തലത്തിലേക്ക് നമ്മളെ വളർത്താനുള്ള ഒരു വലിയൊരു സ്രോതസ്സായിട്ട് കാണണം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരു ഡോക്ടർ ഒരു രോഗിയുടെ കയ്യിൽ നിന്ന്, അതൊരു പനി വന്ന ഒരു ആൾക്ക് അല്ലെ, ഡോക്ടർ ചാർജസ് ലെസ് ഫോർ ഫീവർ. ഒരു പനി വന്ന ഒരാളുടെ നിന്ന് ഒരു ഡോക്ടർ 200-300 രൂപയെ വാങ്ങുള്ളൂ. പക്ഷെ അതേ വ്യക്തിക്ക് ക്രോണിക് ആയിട്ടുള്ള വല്ല മാരകമായിട്ടുള്ള വല്ല ഡിസീസും ഉണ്ട്, വല്ല ലിവർ സിറോസിസോ അല്ലെങ്കിൽ ട്യൂബർസിലോസിസ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്താണ് കൂടുതൽ കാശ് വാങ്ങും. കാരണം എന്താ, പ്രോബ്ലം വലുതാ. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം കുറവാണ്. പ്രോബ്ലം വലുതാണെങ്കിലോ വളരാനുള്ള സാഹചര്യം കൂടുതലാണ് അല്ലെ? ഒരു മെക്കാനിക്കൽ സംബന്ധിച്ച് ഒരു ടയർ പഞ്ചറായി, ആ ടയർ നന്നാക്കിയ കൂടിപ്പോയ ആൾക്ക് ഒരു 50-60 രൂപ കിട്ടും. പക്ഷെ എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിലോ അയാൾക്ക് കൂടുതൽ കിട്ടും. അപ്പൊ അവിടെ പ്രശ്നം കുറവാകുമ്പോ ആൾക്ക് കാശ് കുറവാ, പ്രശ്നം കൂടുമ്പോഴോ കാശ് കൂടുതലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, RCM ബിസിനസ്സിൽ നമുക്ക് പ്രശ്നങ്ങൾ കൂടി വന്നോട്ടെ, എത്ര വലിയ പ്രശ്നം വരുന്നോ അതിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ വരുമാനം കൂടും. കാരണം ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ ചെറിയ രീതിയിൽ വളർത്തുള്ളൂ, വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളെ വേറെ അസാധാരണ തലത്തിലേക്ക് വളർത്തുക. ആർണോൾഡ് ഷ്വൈൻസൈഗർ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം വിന്നിങ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ശക്തി എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മുടെ ശരീരം മാത്രമല്ല മാനസികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി. അതെന്ന് പറയുന്നത് നമ്മൾ ജയിക്കുമ്പോൾ മാത്രം വരുന്നതല്ല. യുവർ സ്ട്രഗിൾസ് ഡെവലപ്പ് യുവർ സ്ട്രെങ്ത്. നിങ്ങൾക്കൊരു കാര്യത്തെ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റുണ്ടാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ്. വെൻ യു ഗോ ത്രൂ ഹാർഡ്ഷിപ്പ്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളോടും കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്നത്. അതാണ് റിയൽ സ്ട്രെങ്ത്. അല്ലാതെ ജയങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല സ്ട്രെങ്ത്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാവുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് കൂടുക. നമ്മുടെ ലീഡർമാര് നമുക്ക് തരുന്ന ക്ലാസ്സുകളിൽ അവർ RCMലൂടെ കടന്നു വന്ന വഴികളെ പറ്റി പറയാറുണ്ട്. അവർ പറയുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? ഈ ബിസിനസ്സിനെ വളർത്താൻ അവർ കഷ്ടപ്പെട്ട വഴികൾ, അവർ പോയ വഴികൾ, അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയാറുണ്ട്. ആ ബുദ്ധിമുട്ടുകളാണ് ഒരു വ്യക്തിയെ ഇതിൽ തീരുമാനമെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ രാജൻ സാറിന്റെ ഈ ഒരു ബിസിനസ്സിനോടുള്ള അടങ്ങാത്ത ഒരു ആവേശമായിരുന്നു. ഒരിക്കലും നിർത്താതെ ഒരു ഓട്ടം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് പ്രേരിപ്പിച്ച ഘടകം. കാരണം ബുദ്ധിമുട്ടുകൾ വന്നു. 2011 RCM എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ബാക്കിയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ ഒപ്പം താൽക്കാലികമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നിർത്തിവെച്ചു പൂർണ്ണമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. 8 മാസത്തോളം അന്ന് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് റോയൽറ്റി തലത്തിലേക്ക് എത്തിയ ലീഡർമാര് ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ചു, ഡൽഹി പോയി സമരം ചെയ്തു. ഏറ്റവും വലിയ പ്രശ്നം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കണ്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത്. അതിനെ പിന്തുടർന്ന് ഡൽഹി പോയി ഇത് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നിർത്താതെ ചെയ്തു. 8ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ 9ാമത്തെ മാസം RCM പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്ന് റിട്ടേൺ ആയിട്ട് കൊടുക്കാനുള്ള തുകകൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും RCM കമ്പനി കൊടുത്തതിന് ശേഷമാണ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്.
ആ 8 മാസം എല്ലാവരും പല ജോലികളിലേക്ക് പോവാം എന്നൊരു തീരുമാനമല്ല എടുത്തേ. ആ 8 മാസം RCM വരുന്നവരെ അവർ കാത്തിരുന്നു, നിരന്തരമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിന്റെ പിന്നാലെ അവരുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് 2011 ഈ ബുദ്ധിമുട്ടുകളെ നേരിട്ട് ഈ ബിസിനസ്സിൽ അടിയുറച്ചു നിന്ന ലീഡേഴ്സ് ആണ് ഇന്ന് നമ്മുടെ സഫയർ ആയി മാറിയിരിക്കുന്നത്, ഇന്ന് നമ്മുടെ സ്റ്റാർ റൂബിമാരായിരിക്കുന്നത്, ഇന്ന് റൂബി ആയിട്ട് മാറിയിരിക്കുന്നത്, ഇന്ന് എമറാൾഡ് ആയിട്ട് മാറിയിരിക്കുന്നത്, ടെക്നിക്കൽ ആയിട്ട് മാറിയിരിക്കുന്നത്. ബിക്കോസ് അത്രയും വലിയ പ്രശ്നത്തിനെ അവർ നേരിട്ടു എന്നുള്ളതാണ്. അത്രയും വലിയ പ്രശ്നത്തെ നേരിട്ടപ്പോൾ അത്രയും വലിയ പൊസിഷൻ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കാൻ പഠിക്കുക. ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും അവസരങ്ങളുണ്ട്, അതിനെ തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങൾ എല്ലാവരും ഇത്രയും ക്ഷമയോട് കൂടിയിട്ടും ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ടും ഈ ഒരു സെഷൻ കേട്ടു. വളരെ സന്തോഷം, വളരെ അഭിമാനം. RCM ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ തോന്നുന്നു. കാരണം ഇന്ന് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു, 24 വയസ്സിൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ഇന്ന് ഒരു മകളുടെ അച്ഛനാണ്, മേരി പേട്ടി, മേര അഭിമാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ RCM ബിസിനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ആൾക്കാരെ കാണാനുള്ള അവസരം, ഇന്നേ വരെ പോവാത്ത സ്ഥലങ്ങളിൽ പോവാനുള്ള ഒരു അവസരം, ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് പേരുടെ അംഗീകാരങ്ങൾ മകനായിട്ടും ഒരു സഹോദരനായിട്ടും കിട്ടാനുള്ള ഒരു അവസരം, ഈ ബിസിനസ്സിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യം ഈ ബിസിനസ് എനിക്ക് സൃഷ്ടിച്ചു തന്നു. സർവോപരി ഈ ബിസിനസ്സിനെ ഞാൻ തൊഴുന്നത്, ഈ ബിസിനസ്സിനെ ഞാൻ വഴങ്ങുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ ഉൾക്കൊള്ളുന്നത് ഈ ബിസിനസ് എനിക്ക് തിരിച്ചു തന്ന ബന്ധങ്ങളെയാണ്. അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം, അച്ഛമ്മയും അമ്മൂമ്മയായിട്ടുള്ള ബന്ധം, ഇന്ന് ഒരിക്കലും ചിന്തിക്കാതെ, ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു ബന്ധമായിട്ടുള്ള റൂബി ബിനുസാറിന്റെ മകൾ അരുണിമയായിട്ടുള്ള ഒരു ബന്ധം, അത് ഒരു കല്യാണത്തിലേക്ക് എത്തി. അതിലൂടെ ഒരു കൊച്ചുണ്ടായി. ആ കുട്ടിയുടെ 28 ഈ വരുന്ന 15-ാം തീയതി. അപ്പോ ഈ ബിസിനസ് ഏതൊക്കെ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലെ? അങ്ങനെ ഞാൻ തീരുമാനിക്കുന്ന, ഞാനൊരു ഡിസിഷൻ എടുക്കുന്നേക്കാളും മുന്നേ തന്നെ കമ്പനി അതറിഞ്ഞ് ഡൈപ്പർ വരെ ഇറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചുണ്ടാവണം അല്ലെങ്കിൽ ഒരു കുട്ടീനെ പറ്റി ആഗ്രഹിക്കുന്നേക്കാളും മുന്നേ തന്നെ കമ്പനി അതിനെ പറ്റിയിട്ട് തീരുമാനിച്ചു, ഒരു ഡൈപ്പർ ഇറക്കി. അത് കഴിഞ്ഞ് ഇപ്പോ ഈ വരുന്ന ആനിവേഴ്സറി പ്രോഗ്രാമിന്റെ തൊട്ട് 2 ദിവസം മുന്നെയാണ് മോള് ജനിച്ചത്. ആ സമയമാകുമ്പോഴേക്കും ഒരു ബേബി ക്രീം വരെ കമ്പനി ഇറക്കി. നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറം ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, വിഷനോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിന്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ സാധിക്കും. RCMലൂടെ ജീവിതം അടിമുടി മാറിയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അതിനും വലിയൊരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണം എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ബിസിനസ്സിനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ആണ് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ വിജയം തീരുമാനിക്കുക. ഞാൻ ഈ ബിസിനസ്സിനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അത് പറയാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ പറയുക, മേര RCM മഹാൻ, മേര ജിന്ദഗി മഹാൻ. എന്റെ RCM ഏറ്റവും മഹത്തായതാണ്, എന്റെ RCM ഏറ്റവും വലുതാണ്, എന്റെ RCM എന്റേത് മാത്രമാണ്. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു.